ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ മന്ത്രിസഭയെ എന്താണ് വിളിച്ചിരുന്നത്? മജ്ലിസ് ഇ കൽവത്ത്. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഭരണപരമായ കാര്യങ്ങളിൽ സുൽത്താനെ സഹായിച്ചിരുന്ന മന്ത്രിമാരുടെ സമിതിയെ മജ്ലിസ് ഇ കൽവത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ഇതിൽ വസീർ, ദിവാൻ ഇ അർസ്, ദിവാൻ ഇ ഇൻഷ, ദിവാൻ ഇ റിസാലത്ത് തുടങ്ങിയ പ്രധാന വകുപ്പുകളുടെ തലവന്മാർ ഉൾപ്പെട്ടിരുന്നു. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിന്റെയും പേരെന്തായിരുന്നു? വസീർ. അദ്ദേഹത്തിന്റെ ഓഫീസ് ദിവാൻ ഇ വിസാറത്ത്. ഡൽഹി സുൽത്താനേറ്റ് ഭരണത്തിൽ വസീർ, പ്രധാനമന്ത്രി, ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. ദിവാൻ ഇ വിസാറത്ത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ്. ധനകാര്യം, നികുതി പിരിവ്, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയുടെയെല്ലാം മേൽനോട്ടം വസീറിനായിരുന്നു. സൈന്യത്തിനു വേണ്ടിയുള്ള ഏതു വകുപ്പാണ് ബാൽബൻ സ്ഥാപിച്ചത്? ദിവാൻ ഇ അർസ്. സുൽത്താൻ ബാൽബൻ ഭരണകാലം 1266 മുതൽ 1287 വരെ ഡൽഹി സുൽത്താനേറ്റിന്റെ സൈനിക ഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം ദിവാൻ ഇ അർസ് എന്ന സൈനിക വകുപ്പ് സ്ഥാപിച്ചു. ഈ വകുപ്പ് സൈന്യത്തിന്റെ റിക്രൂട്ട്മെന്റ്, ശമ്പളം, പരിശീലനം എന്നിവയെല്ലാം കൈകാര്യം ചെയ്തിരുന്നു. കമ്പോള നിയന്ത്രണത്തിന് ഉത്തരവാദിയായ ഏതു വകുപ്പാണ് അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ചത്? ദിവാൻ ഇ റിയാസത്ത്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലം 1296 മുതൽ 1316 വരെ ഭരണത്തിലെ ഒരു പ്രധാന സവിശേഷത അദ്ദേഹത്തിന്റെ കമ്പോള നിയന്ത്രണ പരിഷ്കാരങ്ങളായിരുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാനും അവശ്യസാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനും വേണ്ടി അദ്ദേഹം ദിവാൻ ഇ റിയാസത്ത് എന്ന വകുപ്പ് സ്ഥാപിച്ചു. ഈ വകുപ്പിന് കീഴിൽ ഷഹ്നായി മണ്ഡി, ബരീദ്, മുഹസിബ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിരുന്നു. ചെലവുകൾ കൈകാര്യം ചെയ്യുന്ന ഏതു വകുപ്പാണ് ജലാലുദ്ദീൻ ഖിൽജി സ്ഥാപിച്ചത്? ദിവാൻ ഇ വഖഫ്. ജലാലുദ്ദീൻ ഖിൽജി ഭരണകാലം 1290 മുതൽ 1296 വരെ ഖിൽജി രാജവംശത്തിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദിവാൻ ഇ വഖഫ് എന്ന വകുപ്പ് സാമ്പത്തികമായ ചെലവുകൾ, പ്രത്യേകിച്ച് ധർമ്മസ്ഥാപനങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും വേണ്ടിയുള്ള വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗം എന്നിവയുടെ മേൽനോട്ടം വഹിച്ചിരുന്നു. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിനായി അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച ധനകാര്യ വകുപ്പ് ഏതായിരുന്നു? ദിവാൻ ഇ മുസ്തഖ്റാജ്. അലാവുദ്ദീൻ ഖിൽജി തന്റെ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. നികുതി കുടിശ്ശിക കാര്യക്ഷമമായി പിരിച്ചെടുക്കുന്നതിനും അഴിമതി തടയുന്നതിനുമായി അദ്ദേഹം ദിവാൻ ഇ മുസ്തഖ്റാജ് എന്ന പ്രത്യേക ധനകാര്യ വകുപ്പ് സ്ഥാപിച്ചു. ഇത് ഭരണത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. പെൻഷനുകൾക്കായി ഫിറൂസ് ഷാ തുഗ്ലക്ക് സ്ഥാപിച്ച വകുപ്പ് ഏതായിരുന്നു? ദിവാൻ ഇ ഇഷ്തിയാഖ്. ഫിറൂസ് ഷാ തുഗ്ലക്ക് ഭരണകാലം 1351 മുതൽ 1388 വരെ ദയാലുവായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം സൈനികർക്കും പണ്ഡിതന്മാർക്കും ദരിദ്രർക്കും പെൻഷനുകൾ നൽകുന്നതിനായി ദിവാൻ ഇ ഇഷ്തിയാഖ് എന്ന വകുപ്പ് സ്ഥാപിച്ചു. ഇത് അദ്ദേഹത്തിന്റെ സാമൂഹിക പരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ സംസ്ഥാന കത്തിടപാടുകൾക്ക് ഉത്തരവാദിയായിരുന്ന വകുപ്പിന്റെ പേരെന്തായിരുന്നു? ദിവാൻ ഇ ഇൻഷ. ഡൽഹി സുൽത്താനേറ്റ് ഭരണത്തിൽ ദിവാൻ ഇ ഇൻഷ എന്ന വകുപ്പ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക കത്തിടപാടുകൾ, രേഖകൾ തയ്യാറാക്കൽ, ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ എന്നിവയുടെയെല്ലാം ചുമതല വഹിച്ചിരുന്നു. സുൽത്താന്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ആശയവിനിമയങ്ങൾ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിൽ ഈ വകുപ്പ് പ്രധാന പങ്ക് വഹിച്ചു. ഡൽഹി സുൽത്താനത്ത് കാലഘട്ടത്തിലെ വിദേശകാര്യ വകുപ്പിന്റെ പേരെന്തായിരുന്നു? ദിവാൻ ഇ റിസാലത്ത്. ഡൽഹി സുൽത്താനത്ത് ഭരണകാലത്ത് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പ്രധാന വകുപ്പായിരുന്നു ദിവാൻ ഇ റിസാലത്ത്. സുൽത്താന്റെ നയതന്ത്രപരമായ പ്രവർത്തനങ്ങളെ ഇത് ഏകോപിപ്പിച്ചു. ഡൽഹി സുൽത്താനത്ത് കാലത്ത് നീതിന്യായ വകുപ്പിന്റെ തലവനെ എന്തുപേരിൽ അറിയപ്പെട്ടിരുന്നു? കാസി ഉൽ ഖസാദ്. ഡൽഹി സുൽത്താനത്ത് കാലഘട്ടത്തിൽ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത തലവനായിരുന്നു കാസി ഉൽ ഖസാദ്. ഇദ്ദേഹം നിയമപരമായ കാര്യങ്ങളിലും മതപരമായ നിയമങ്ങളിലും വിധികൾ കൽപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഡൽഹി സുൽത്താനത്ത് കാലത്ത് മതകാര്യങ്ങളും ദേവസ്വം പോലുള്ള ധർമ്മസ്ഥാപനങ്ങളും കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏതുപേരിൽ അറിയപ്പെട്ടിരുന്നു? സദ്ർ ഉസ് സുദൂർ. ഡൽഹി സുൽത്താനത്ത് ഭരണത്തിൽ മതപരമായ കാര്യങ്ങൾ, ചാരിറ്റബിൾ എൻഡോവ്മെന്റുകൾ,
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ ചുമതലയുണ്ടായിരുന്ന വകുപ്പായിരുന്നു സദർ ഉസ് സുദൂർ. ഈ വകുപ്പിന്റെ തലവനും സദർ ഉസ് സുദൂർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡൽഹി സുൽത്താനത്ത് കാലത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? അതിന്റെ പ്രധാന ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ദിവാൻ ഇ ബാരിദ്. പ്രധാന ഉദ്യോഗസ്ഥൻ ബാരിദ് ഇ മുമാലിക്. ഡൽഹി സുൽത്താനത്തിന്റെ ഭരണത്തിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ദിവാൻ ഇ ബാരിദ് എന്ന വകുപ്പായിരുന്നു. ബാരിദ് ഇ മുമാലിക് ആയിരുന്നു ഈ വകുപ്പിന്റെ തലവൻ. രാജ്യത്തെ പ്രധാന വിവരങ്ങൾ സുൽത്താന് കൈമാറുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഡൽഹി സുൽത്താനത്ത് കാലത്ത് രാജകീയ കൊട്ടാരത്തിലെയും സുൽത്താന്റെയും വ്യക്തിഗത സേവനങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഏതുപേരിൽ അറിയപ്പെട്ടു? വക്കീൽ ഇ ദാർ. ഡൽഹി സുൽത്താനത്ത് കാലഘട്ടത്തിൽ രാജകൊട്ടാരത്തിന്റെ നടത്തിപ്പ്, സുൽത്താന്റെയും കുടുംബാംഗങ്ങളുടെയും വ്യക്തിഗത ആവശ്യങ്ങൾ എന്നിവയുടെയെല്ലാം മേൽനോട്ടം വഹിച്ചിരുന്നത് വക്കീൽ ഇദാർ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. സുൽത്താനുമായുള്ള നേരിട്ടുള്ള ബന്ധം കാരണം ഇദ്ദേഹത്തിന് വലിയ അധികാരമുണ്ടായിരുന്നു. ബഹ്മനി സുൽത്താനേറ്റ് സമൂഹത്തിലേക്ക് ഏഷ്യൻ വിദേശികളെ അഥവാ അഫാക്കികളെ സമന്വയിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? താജുദ്ദീൻ ഫിറൂസ് ഷാ. ബഹ്മനി സാമ്രാജ്യത്തിൽ പേർഷ്യൻ, അറബ്, തുർക്കി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദേശികൾ അഫാക്കികൾ എന്നറിയപ്പെട്ടിരുന്നു. താജുദ്ദീൻ ഫിറൂസ് ഷാ ഇവരെ ഭരണത്തിലും സൈന്യത്തിലും ഉൾപ്പെടുത്തി. ഇത് സാമ്രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും സാംസ്കാരിക വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ദൗലത്താബാദിൽ ഒരു വാനനിരീക്ഷണ കേന്ദ്രം നിർമ്മിച്ച ബഹ്മനി ഭരണാധികാരി ആരാണ്? ഫിറൂസ് ഷാ ബഹ്മനി. ഫിറൂസ് ഷാ ബഹ്മനി ശാസ്ത്രത്തിലും ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും താൽപ്പര്യമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ദൗലത്താബാദിൽ അദ്ദേഹം നിർമ്മിച്ച വാനനിരീക്ഷണ കേന്ദ്രം മധ്യകാലഘട്ടത്തിലെ ഇന്ത്യൻ ശാസ്ത്ര പുരോഗതിയുടെ ഒരു ഉദാഹരണമാണ്. ഇത് അദ്ദേഹത്തിന്റെ അറിവിനോടുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു. ഏത് ബഹ്മനി ഭരണാധികാരിയാണ് തലസ്ഥാനം ഗുൽബർഗയിൽ നിന്ന് ബീദാറിലേക്ക് മാറ്റിയത്? ഷിഹാബുദ്ദീൻ അഹമ്മദ് ഒന്നാമൻ. ഷിഹാബുദ്ദീൻ അഹമ്മദ് ഒന്നാമൻ ബഹ്മനി രാജ്യത്തിന്റെ തലസ്ഥാനം ഗുൽബർഗയിൽ നിന്ന് ബീദാറിലേക്ക് മാറ്റി. ഈ മാറ്റം സാമ്രാജ്യത്തിന്റെ തന്ത്രപരമായ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭരണപരമായ കേന്ദ്രം മാറ്റുന്നതിനുള്ള ഒരു പ്രധാന തീരുമാനമായിരുന്നു. പുതിയ തലസ്ഥാനം സാമ്രാജ്യത്തിന് പുതിയൊരു മുഖം നൽകി. ബീദാർ ബഹ്മനി തലസ്ഥാനമായി മാറിയപ്പോൾ അതിന് നൽകിയ പുതിയ പേര് എന്തായിരുന്നു? മുഹമ്മദാബാദ്. ഷിഹാബുദ്ദീൻ അഹമ്മദ് ഒന്നാമൻ തലസ്ഥാനം ഗുൽബർഗയിൽ നിന്ന് ബീദാറിലേക്ക് മാറ്റിയതിനുശേഷം ബീദാറിന് മുഹമ്മദാബാദ് എന്ന് പുനർനാമകരണം ചെയ്തു. ഈ പുതിയ പേര് നഗരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ബഹ്മനി സാമ്രാജ്യത്തിന്റെ പുതിയ ഭരണപരമായ കേന്ദ്രമായി ഇതിനെ അടയാളപ്പെടുത്തുകയും ചെയ്തു. ബഹ്മനി ഭരണാധികാരികളിൽ ആരാണ് അഹമ്മദ് ഷാ വാലി അഥവാ സെയിന്റ് അഹമ്മദ് എന്നറിയപ്പെട്ടിരുന്നത്? ഷിഹാബുദ്ദീൻ അഹമ്മദ് ഒന്നാമൻ. ബഹ്മനി സുൽത്താനത്തിലെ 9ാമത്തെ ഭരണാധികാരിയായിരുന്നു ഷിഹാബുദ്ദീൻ അഹമ്മദ് ഒന്നാമൻ. അദ്ദേഹത്തെ അഹമ്മദ് ഷാ വാലി അഥവാ സെയിന്റ് അഹമ്മദ് എന്ന് അറിയപ്പെട്ടിരുന്നു. ദാബോളിൽ ഒരു മസ്ജിദ് നിർമ്മിച്ചതിനും ദൗലത്താബാദിൽ ഒരു മദ്രസ സ്ഥാപിച്ചതിനും അദ്ദേഹം പ്രശസ്തനാണ്. ബഹ്മനി സുൽത്താനത്തിൽ അലാവുദ്ദീൻ അഹമ്മദ് രണ്ടാമന്റെ ഭരണകാലത്ത് പ്രശസ്തനായ ഇറാനിയൻ അഫാഖി മന്ത്രി ആരായിരുന്നു? മഹ്മൂദ് ഗവാൻ. മഹ്മൂദ് ഗവാൻ ബഹ്മനി സുൽത്താനത്തിലെ അറിയപ്പെടുന്ന ഒരു മന്ത്രിയും പണ്ഡിതനുമായിരുന്നു. അലാവുദ്ദീൻ അഹമ്മദ് രണ്ടാമന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിക്കുകയും പിന്നീട് മുഹമ്മദ് ഷാ മൂന്നാമന്റെ കീഴിൽ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ബഹ്മനി സുൽത്താനത്തിൽ മാലികുത് തുജ്ജാർ എന്ന പദവി ആർക്കായിരുന്നു? മഹ്മൂദ് ഗവാൻ. മഹ്മൂദ് ഗവാന് ബഹ്മനി സുൽത്താനത്തിൽ വ്യാപാരികളുടെ തലവൻ എന്നർത്ഥം വരുന്ന മാലികുത് തുജ്ജാർ എന്ന പദവി നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ വാണിജ്യപരമായ കഴിവുകളും സാമ്രാജ്യത്തിനുള്ള സംഭാവനകളും ഈ പദവിക്ക് അർഹനാക്കി. സാലിം എന്നും ഡെക്കാന്റെ നീറോ എന്നും വിളിപ്പേരുണ്ടായിരുന്ന ബഹ്മനി ഭരണാധികാരി ആരായിരുന്നു? ഹുമയൂൺ. ബഹ്മനി സുൽത്താൻ ഹുമയൂൺ തന്റെ ക്രൂരവും സ്വേച്ഛാധിപത്യപരവുമായ ഭരണത്തിന് പേരുകേട്ട വ്യക്തിയാണ്. ഈ കാരണങ്ങളാൽ അദ്ദേഹത്തെ സാലിം ക്രൂരൻ എന്നും ഡെക്കാന്റെ നീറോ എന്നും വിളിച്ചിരുന്നു. ഇത് റോമൻ ചക്രവർത്തി നീറോയുടെ ക്രൂരതകളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. മുഹമ്മദ് മൂന്നാമന്റെ ഭരണകാലത്ത് ബഹ്മനി രാജ്യം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരി ആരായിരുന്നു? നികിതിൻ. അഫാനസി നികിതിൻ ഒരു റഷ്യൻ വ്യാപാരിയും സഞ്ചാരിയുമായിരുന്നു.
1469-നും 1472-നും ഇടയിൽ അദ്ദേഹം ബഹ്മനി രാജ്യവും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളും സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ അന്നത്തെ ദക്ഷിണേന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ബഹ്മനി കാലഘട്ടത്തിൽ ബീദാറിൽ ഒരു മദ്രസ സ്ഥാപിച്ചത് ആരാണ്? മഹ്മൂദ് ഗവാൻ. ബഹ്മനി സുൽത്താനത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന മഹ്മൂദ് ഗവാൻ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അദ്ദേഹം ബീദാറിൽ ഒരു മദ്രസ സ്ഥാപിച്ചു. അത് അക്കാലത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറി. മഹ്മൂദ് ഗവാന്റെ കത്തുകളുടെ ശേഖരം എന്താണ് അറിയപ്പെടുന്നത്? റിയാസ് ഇൽ ഇൻഷാ. മഹ്മൂദ് ഗവാന്റെ ഔദ്യോഗികവും വ്യക്തിപരവുമായ കത്തുകളുടെ ശേഖരമാണ് റിയാസ് ഇൽ ഇൻഷാ. ഈ രചനകൾ ബഹ്മനി സാമ്രാജ്യത്തിന്റെ ഭരണരീതികളെക്കുറിച്ചും രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. രാജ്യദ്രോഹക്കുറ്റം ആരോപിച്ച് മഹ്മൂദ് ഗവാനെ വധിച്ചത് ഏതു വർഷമാണ്? 1481 ആഡ്. ബഹ്മനി സുൽത്താനത്തിലെ ശക്തനായ പ്രധാനമന്ത്രിയായിരുന്ന മഹ്മൂദ് ഗവാനെ 1481-ൽ രാജ്യദ്രോഹക്കുറ്റം ആരോപിച്ച് മുഹമ്മദ് ഷാ മൂന്നാമൻ വധിച്ചു. ഈ സംഭവം ബഹ്മനി സുൽത്താനത്തിന്റെ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ബഹ്മനി രാജവംശത്തിലെ അവസാനത്തെ സുൽത്താൻ ആരായിരുന്നു? കലീമുള്ള ഷാ. കലീമുള്ള ഷാ ആയിരുന്നു ബഹ്മനി സാമ്രാജ്യത്തിലെ അവസാനത്തെ സുൽത്താൻ. അദ്ദേഹത്തിന്റെ ഭരണകാലം ദുർബലമായിരുന്നു. അദ്ദേഹത്തിനുശേഷം ബഹ്മനി സാമ്രാജ്യം 5 ഡെക്കാൻ സുൽത്താനേറ്റുകളായി വിഭജിക്കപ്പെട്ടു. ബിജാപ്പൂരിലെ ആദിൽ ഷാഹി രാജവംശം സ്ഥാപിച്ചത് ആരാണ്? യൂസഫ് ആദിൽ ഷാ. ബഹ്മനി സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം രൂപപ്പെട്ട ഡെക്കാൻ സുൽത്താനേറ്റുകളിൽ ഒന്നാണ് ബിജാപ്പൂരിലെ ആദിൽ ഷാഹി രാജവംശം. യൂസഫ് ആദിൽ ഷാ 1489-ൽ ഈ രാജവംശം സ്ഥാപിച്ചു. കല, വാസ്തുവിദ്യ, സാഹിത്യം എന്നിവയ്ക്ക് ഈ രാജവംശം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അഹമ്മദ്നഗറിലെ നിസാം ഷാഹി രാജവംശം സ്ഥാപിച്ചത് ആരാണ്? മാലിക് അഹമ്മദ്. നിസാം ഷാഹി രാജവംശം സ്ഥാപിച്ചത് മാലിക് അഹമ്മദ് ആണ്. ഡെക്കാൻ സുൽത്താനേറ്റുകളിൽ ഒന്നായിരുന്ന ഇത് അഹമ്മദ്നഗർ ആസ്ഥാനമാക്കി 1490 മുതൽ 1636 വരെ നിലനിന്നിരുന്നു. മറാഠ ശക്തികളുടെ വളർച്ചയിൽ ഈ രാജവംശത്തിന് നിർണായക പങ്കുണ്ടായിരുന്നു. ഗോൽക്കൊണ്ടയിലെ കുത്ബ് ഷാഹി രാജവംശം സ്ഥാപിച്ചത് ആരാണ്? കുലി കുത്ബ് ഷാ. 1518-ൽ കുലി കുത്ബ് ഷായാണ് ഗോൽക്കൊണ്ടയിലെ കുത്ബ് ഷാഹി രാജവംശം സ്ഥാപിച്ചത്. ഡെക്കാനിലെ ഈ പ്രബലമായ രാജവംശം വാസ്തുവിദ്യയിലും സാഹിത്യത്തിലും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഹൈദരാബാദ് നഗരം സ്ഥാപിച്ചതും ഈ രാജവംശത്തിലെ ഭരണാധികാരികളാണ്. ബഹ്മനി രാജ്യത്തിലെ ഗുൽബർഗ പ്രവിശ്യയുടെ ഗവർണറുടെ സ്ഥാനപ്പേര് എന്തായിരുന്നു? മാലിക് നായിബ്. ബഹ്മനി രാജ്യത്തിലെ പ്രധാന പ്രവിശ്യകളിൽ ഒന്നായിരുന്നു ഗുൽബർഗ. ഈ പ്രവിശ്യയുടെ ഗവർണർ മാലിക് നായിബ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടു. ഇത് ബഹ്മനി ഭരണവ്യവസ്ഥയിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥ പദവിയായിരുന്നു. AD 1301-ൽ കാശ്മീരിൽ ഹിന്ദുരാജ്യം സ്ഥാപിച്ചത് ആരാണ്? സുഹദേവ. AD 1301-ൽ സുഹദേവയാണ് കാശ്മീരിൽ ഹിന്ദുരാജ്യം സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് കാശ്മീരിലേക്ക് ആദ്യത്തെ മുസ്ലിം ആക്രമണങ്ങൾ ആരംഭിച്ചത്. ഇത് പിന്നീട് കാശ്മീരിലെ രാഷ്ട്രീയ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. കാശ്മീരിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ആരായിരുന്നു? ഷംസുദ്ദീൻ ഷാ ഷാമിർ. 1339-ൽ കാശ്മീരിലെ സിംഹാസനം പിടിച്ചെടുത്ത ഷാമിറാണ് കാശ്മീരിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി. ഇദ്ദേഹം ഷംസുദ്ദീൻ ഷാ എന്ന പേരിൽ ഷാമിർ രാജവംശം സ്ഥാപിച്ചു. ഇത് കാശ്മീരിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. കാശ്മീരിലെ ഏത് സുൽത്താനാണ് ബുത്ഷിഗൻ എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ടത്? സുൽത്താൻ സിക്കന്ദർ. സുൽത്താൻ സിക്കന്ദർ ബുത്ഷിഗൻ അഥവാ വിഗ്രഹാരാധകൻ, ഐഡൽ ബ്രേക്കർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കാശ്മീരിലെ അനേകം ഹിന്ദു ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും നശിപ്പിക്കപ്പെട്ടു. മതപരമായ തീവ്രതയുടെ പേരിൽ ഇദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. കാശ്മീരിലെ ഏത് ഭരണാധികാരിയാണ് കാശ്മീരിലെ അക്ബർ എന്ന് അറിയപ്പെട്ടത്? സൈൻ ഉൽ ആബിദീൻ.
കാശ്മീരിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരികളിൽ ഒരാളായ സൈൻ ഉൽ ആബിദീൻ മതസഹിഷ്ണുതയും സാംസ്കാരിക വികാസവും കാരണം കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെട്ടു. ഇദ്ദേഹം ജസിയ നികുതി നിർത്തലാക്കുകയും സംസ്കൃത പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മഹാഭാരതവും രാജതരംഗിണിയും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ മുൻകൈയെടുത്ത കാശ്മീരി ഭരണാധികാരി ആരായിരുന്നു? സൈൻ ഉൽ ആബിദീൻ. സൈൻ ഉൽ ആബിദീന്റെ ഭരണകാലത്ത് സംസ്കൃത ഭാഷയിലെ പ്രധാന കൃതികളായ മഹാഭാരതവും കൽഹണന്റെ രാജതരംഗിണിയും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് സാംസ്കാരിക കൈമാറ്റത്തെയും അറിവിന്റെ പ്രചാരണത്തെയും പ്രോത്സാഹിപ്പിച്ചു. കാശ്മീരിൽ ജസിയ നികുതി പിരിക്കുന്നത് നിർത്തിയ ഭരണാധികാരി ആരായിരുന്നു? സൈൻ ഉൽ ആബിദീൻ. കാശ്മീരിലെ മതസഹിഷ്ണുതയുടെ പ്രതീകമായി സൈൻ ഉൽ ആബിദീൻ ജസിയ നികുതി നിർത്തലാക്കി. അമുസ്ലിങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്ന ഈ നികുതി നിർത്തലാക്കിയത് അദ്ദേഹത്തിന്റെ പുരോഗമനപരമായ ഭരണത്തിന്റെ തെളിവാണ്. മുഗൾ ചക്രവർത്തി അക്ബർ കാശ്മീരിനെ മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് ഏതു വർഷമാണ്? 1586. 1586-ൽ മുഗൾ ചക്രവർത്തി അക്ബർ കാശ്മീരിനെ മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഇതോടെ സ്വതന്ത്ര കാശ്മീർ ഭരണം അവസാനിക്കുകയും മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഇത് കാശ്മീരിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ജൗൻപൂർ നഗരം സ്ഥാപിച്ചത് ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഡൽഹി സുൽത്താനായിരുന്ന ഫിറോസ് ഷാ തുഗ്ലക്ക് തന്റെ ബന്ധുവായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ജൗനഖാൻ സ്മരണാർത്ഥം 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച നഗരമാണ് ജൗൻപൂർ. ഉത്തർപ്രദേശിലെ ഷാർക്കി രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇത്. ജൗൻപൂരിലെ ഷാർക്കി രാജവംശം സ്ഥാപിച്ചത് ആര്? മാലിക് സർവാർ ഖ്വാജ-ഇ ജഹാൻ. തുഗ്ലക്ക് രാജവംശത്തിന്റെ ദുർബലമായ കാലഘട്ടത്തിൽ മാലിക് സർവാർ 1394-ൽ ജൗൻപൂരിൽ ഷാർക്കി രാജവംശം സ്ഥാപിച്ചു. ഖ്വാജ-ഇ ജഹാൻ എന്ന സ്ഥാനപ്പേരും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. സുൽത്താൻ മഹ്മൂദ് ഖ്വാജ-ഇ ജഹാൻ മാലിക് സർവാറിന് നൽകിയ സ്ഥാനപ്പേര് എന്തായിരുന്നു? മാലിക് ഉസ് ഷാർക്കി, കിഴക്കിന്റെ അധിപൻ. സുൽത്താൻ മഹ്മൂദ് ഖ്വാജ-ഇ ജഹാന് മാലിക് ഉസ് ഷാർക്കി എന്ന സ്ഥാനപ്പേര് നൽകി. ഈ സ്ഥാനപ്പേരിലാണ് പിന്നീട് അദ്ദേഹം സ്ഥാപിച്ച രാജവംശം ഷാർക്കി രാജവംശം എന്നറിയപ്പെട്ടത്. സാഹിത്യത്തിലും വാസ്തുവിദ്യയിലുമുണ്ടായ മുന്നേറ്റങ്ങൾ കാരണം ഇന്ത്യയുടെ ഷിറാസ് എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ജൗൻപൂർ. ഷാർക്കി രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ ജൗൻപൂർ സാഹിത്യത്തിലും വാസ്തുവിദ്യയിലും കലയിലും വലിയ പുരോഗതി നേടി. പേർഷ്യൻ നഗരമായ ഷിറാസിനോട് സാമ്യമുള്ള രീതിയിൽ വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായി മാറിയതുകൊണ്ടാണ് ഇതിനെ ഇന്ത്യയുടെ ഷിറാസ് എന്ന് വിശേഷിപ്പിച്ചത്. ജൗൻപൂരിലെ അറ്റാല മസ്ജിദ് പണിതതാര്? ഇബ്രാഹിം ഷാ. ഷാർക്കി രാജവംശത്തിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരികളിൽ ഒരാളായ ഇബ്രാഹിം ഷായാണ് അറ്റാല മസ്ജിദ് പണിതത്. 1408-ൽ പണി പൂർത്തിയായ ഈ മസ്ജിദ് ഷാർക്കി വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ജൗൻപൂരിലെ ഷാർക്കി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? ഹുസൈൻ ഷാ ഷാർക്കി. ഹുസൈൻ ഷാ ഷാർക്കിയുടെ ഭരണകാലത്ത് ദില്ലി സുൽത്താനായിരുന്ന ബഹ്ലുൽ ലോധി ജൗൻപൂർ ആക്രമിക്കുകയും ഷാർക്കി രാജവംശത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ ജൗൻപൂർ ലോധി സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ജൗൻപൂരിലെ ജാമി മസ്ജിദ് പണിത ഷാർക്കി ഭരണാധികാരി ആരാണ്? ഹുസൈൻ ഷാ ഷാർക്കി. ഷാർക്കി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഹുസൈൻ ഷാ ഷാർക്കിയാണ് ജൗൻപൂരിലെ ജാമി മസ്ജിദ്, വലിയ പള്ളി നിർമ്മിച്ചത്. ഷാർക്കി വാസ്തുവിദ്യയുടെ മറ്റൊരു പ്രധാന ഉദാഹരണമാണിത്. 1484-ൽ ജൗൻപൂർ പിടിച്ചെടുത്ത ഭരണാധികാരി ആരാണ്? ബഹ്ലുൽ ലോധി. ദില്ലിയിലെ ലോധി രാജവംശത്തിന്റെ സ്ഥാപകനായ ബഹ്ലുൽ ലോധി 1484-ൽ ഷാർക്കി രാജവംശത്തെ പരാജയപ്പെടുത്തി ജൗൻപൂർ തന്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഇത് ഷാർക്കി രാജവംശത്തിന്റെ അന്ത്യത്തിന് കാരണമായി. 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബംഗാളിനെ ദില്ലി സുൽത്താനേറ്റിനോട് കൂട്ടിച്ചേർത്തതാര്? മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി. കുത്തബുദ്ദീൻ ഐബക്കിന്റെ ജനറലായിരുന്ന മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി ബംഗാളിലെ സേന രാജവംശത്തെ പരാജയപ്പെടുത്തി. 1203-ൽ ബംഗാളിനെ ദില്ലി സുൽത്താനേറ്റിന്റെ ഭാഗമാക്കിയത് ഇദ്ദേഹമാണ്.
ബംഗാളിനെ വീണ്ടും ഒന്നിപ്പിക്കുകയും ഇല്യാസ് ഷാഹി രാജവംശം സ്ഥാപിക്കുകയും ചെയ്തതാര്? ഹാജി ഇല്യാസ്, ഷംസുദ്ദീൻ ഇല്യാസ് ഷാ. ദില്ലി സുൽത്താനേറ്റിൽ നിന്ന് ബംഗാൾ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഹാജി ഇല്യാസ് 1342 ബംഗാളിനെ വീണ്ടും ഒന്നിപ്പിച്ച് ഇല്യാസ് ഷാഹി രാജവംശം സ്ഥാപിച്ചു. ഇത് ബംഗാളിന്റെ പ്രാദേശിക സ്വയംഭരണത്തിന്റെ ഒരു പ്രധാന ഘട്ടമായിരുന്നു. പാണ്ഡുവയിലെ അദീന മസ്ജിദ് പണികഴിപ്പിച്ചത് ആര്? സിക്കന്ദർ ഷാ. പാണ്ഡുവയിലെ അദീന മസ്ജിദ് 14-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ ഇല്യാസ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ സിക്കന്ദർ ഷായാണ് നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദുകളിലൊന്നാണിത്. ഇത് ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. ബംഗാളിലെ സുൽത്താൻ ഗിയാസുദ്ദീൻ അസം ഷായുടെ കൊട്ടാരത്തിൽ ആതിഥേയത്വം വഹിച്ച പേർഷ്യൻ കവിയാര്? ഹാഫിസ്. പ്രശസ്ത പേർഷ്യൻ കവി ഷംസ് ഉദ്ദീൻ മുഹമ്മദ് ഹാഫിസ് ഷിറാസി ഗിയാസുദ്ദീൻ അസം ഷായുടെ ക്ഷണപ്രകാരം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തുകയും ആദരിക്കപ്പെടുകയും ചെയ്തു. ഇത് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയും പേർഷ്യയും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായ സാംസ്കാരിക ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. മഹാപ്രഭു ചൈതന്യന്റെ സമകാലികനായിരുന്ന ബംഗാളി സുൽത്താൻ ആര്? അലാവുദ്ദീൻ ഹുസൈൻ ഷാ. ബംഗാളിലെ ഹുസൈൻ ഷാഹി രാജവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഹുസൈൻ ഷാ. 1493 മുതൽ 1519 വരെ. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാനികളിൽ ഒരാളായ മഹാപ്രഭു ചൈതന്യൻ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഹുസൈൻ ഷാ തന്റെ രാജ്യത്ത് സഹിഷ്ണുതയും സമാധാനവും നിലനിർത്താൻ ശ്രമിച്ചു. ബംഗാളിൽ സത്യപീർ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? അലാവുദ്ദീൻ ഹുസൈൻ ഷാ. ബംഗാളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നല്ല ബന്ധം വളർത്തുന്നതിനായി അലാവുദ്ദീൻ ഹുസൈൻ ഷാ ആരംഭിച്ച ഒരു സമന്വയ പ്രസ്ഥാനമാണ് സത്യപീർ. ഈ പ്രസ്ഥാനം ഇരു മതവിഭാഗങ്ങൾക്കിടയിലും പരസ്പര ബഹുമാനം വളർത്തുന്നതിലും ഒരു പൊതു ആരാധനാ പാരമ്പര്യം രൂപീകരിക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിച്ചു. ബാബറുടെ ഇന്ത്യ ആക്രമണ സമയത്ത് ബംഗാളിലെ ഭരണാധികാരി ആരായിരുന്നു? നുസ്രത് ഷാ. ബാബർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ 1526 പാനിപ്പത്ത് യുദ്ധം ബംഗാളിലെ ഭരണാധികാരി നുസ്രത് ഷാ ആയിരുന്നു. ഇല്യാസ് ഷാഹി രാജവംശത്തിലെ സുൽത്താനായിരുന്ന ഇദ്ദേഹം ബംഗാൾ സാമ്രാജ്യം വികസിപ്പിക്കുകയും സാംസ്കാരിക വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്തു. ഏത് മുഗൾ ചക്രവർത്തിയാണ് ബംഗാളിനെ മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്? അക്ബർ. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മുഗൾ ചക്രവർത്തിയായ അക്ബർ 1556 മുതൽ 1605 വരെ ബംഗാളിനെ മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഇതോടെ ബംഗാൾ ഒരു സമ്പന്നമായ പ്രവിശ്യയായി മാറുകയും മുഗൾ ഭരണത്തിൻ കീഴിൽ സാമ്പത്തികവും സാംസ്കാരികവുമായ വളർച്ച നേടുകയും ചെയ്തു. മാൾവയുടെ സ്വതന്ത്ര സുൽത്താനത്ത് സ്ഥാപിച്ചത് ആര്? ദിലാവർ ഖാൻ ഹുസൈൻ ഖാൻ ഗോരി. 1401 ദിലാവർ ഖാൻ ഗോരി ഡൽഹി സുൽത്താനത്തിന്റെ ദുർബലമായ ഭരണത്തെ മുതലെടുത്ത് മാൾവയിൽ സ്വതന്ത്ര ഭരണം സ്ഥാപിച്ചു. മാൾവ സുൽത്താനത്ത് പിന്നീട് കലയിലും വാസ്തുവിദ്യയിലും തനതായ സംഭാവനകൾ നൽകി. ഇത് മാൾവയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ്. മാൾവയിലെ ഏത് ഭരണാധികാരിയാണ് തന്റെ തലസ്ഥാനം ദാരിൽ നിന്ന് മാണ്ഡുവിലേക്ക് മാറ്റിയത്? ഹോഷാങ് ഷാ. മാൾവയിലെ ഗോരി രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ഹോഷാങ് ഷാ 1406 മുതൽ 1435 വരെ ദാരിൽ നിന്ന് മാണ്ഡുവിലേക്ക് തലസ്ഥാനം മാറ്റി. മാണ്ഡുവിനെ ഒരു ശക്തമായ കോട്ട നഗരമാക്കി മാറ്റുന്നതിലും നിരവധി മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലും ഇദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. മാൾവയിൽ കൽജി രാജവംശം സ്ഥാപിച്ചത് ആര്? മഹ്മൂദ് കൽജി. 1436 മഹ്മൂദ് കൽജി മാൾവയിലെ ഗോരി രാജവംശത്തെ അട്ടിമറിച്ച് കൽജി രാജവംശം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മാൾവ ഒരു വലിയ ശക്തിയായി വളർന്നു. മാണ്ഡുവിൽ നിരവധി വാസ്തുവിദ്യാ വിസ്മയങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയും സാംസ്കാരിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്തു. മാണ്ഡു കോട്ട പണികഴിപ്പിച്ചത് ആര്? ഹോഷാങ് ഷാ. മാൾവയിലെ സുൽത്താൻ ഹോഷാങ് ഷായാണ് മാണ്ഡു കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇതൊരു തന്ത്രപ്രധാനമായ പ്രതിരോധ കേന്ദ്രമായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ മനോഹരമായ നിരവധി കൊട്ടാരങ്ങളും മസ്ജിദുകളും മറ്റ് കെട്ടിടങ്ങളും പിന്നീട് നിർമ്മിക്കപ്പെട്ടു. ഇത് മാണ്ഡുവിനെ വാസ്തുവിദ്യയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റി. മാണ്ഡുവിലെ ഹിൻഡോള കൊട്ടാരം പണികഴിപ്പിച്ചത് ആര്? ഗിയാസുദ്ദീൻ കൽജി.
മധ്യപ്രദേശിലെ മാൻഡുവിൽ സ്ഥിതി ചെയ്യുന്ന ഹിൻഡോള കൊട്ടാരം മാൾവ സുൽത്താനായിരുന്ന ഗിയാസുദ്ദീൻ ഖൽജിയുടെ ഭരണകാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. 15-ാം നൂറ്റാണ്ടിലെ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണിത്. മാൾവയിലെ സുൽത്താൻമാരുടെ ചരിത്രപരമായ കേന്ദ്രങ്ങളിലൊന്നായി ഇത് അറിയപ്പെടുന്നു. മുസാഫിർ ഷാ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച് ഗുജറാത്ത് സുൽത്താനേറ്റിന്റെ ആദ്യത്തെ സ്വതന്ത്ര ഭരണാധികാരി ആരായിരുന്നു? സഫർ ഖാൻ മുസാഫിർ ഷാ ഒന്നാമൻ. 1407-ൽ ദില്ലി സുൽത്താനേറ്റിൽ നിന്ന് വേർപെട്ട് ഗുജറാത്ത് സുൽത്താനേറ്റ് സ്ഥാപിച്ചത് സഫർ ഖാനാണ്. അദ്ദേഹം മുസാഫിർ ഷാ ഒന്നാമൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച് സ്വതന്ത്ര ഭരണം ആരംഭിച്ചു. ഗുജറാത്തിന്റെ പ്രാദേശിക ചരിത്രത്തിലെ ഒരു സുപ്രധാന വ്യക്തിത്വമാണിത്. അഹമ്മദാബാദ് നഗരം സ്ഥാപിച്ചത് ആര്? അഹമ്മദ് ഷാ ഒന്നാമൻ. ഗുജറാത്ത് സുൽത്താനിലെ സുൽത്താൻ അഹമ്മദ് ഷാ ഒന്നാമനാണ് 1411-ൽ സബർമതി നദിയുടെ തീരത്ത് അഹമ്മദാബാദ് നഗരം സ്ഥാപിച്ചത്. ഈ നഗരം പിന്നീട് ഗുജറാത്ത് സുൽത്താനേറ്റിന്റെ തലസ്ഥാനമായി മാറുകയും ചെയ്തു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു പ്രധാന ചരിത്ര നഗരമാണിത്. ഗുജറാത്തിലെ ഏത് പ്രശസ്ത ഭരണാധികാരിയാണ് മുസ്തഫാബാദ്, ഗിർനാറിന് സമീപം, മുഹമ്മദാബാദ്, ചമ്പാനേരിൽ എന്നീ നഗരങ്ങൾ സ്ഥാപിച്ചത്? മഹ്മൂദ് ഷാ ബെഗാഡ. ഗുജറാത്ത് സുൽത്താനേറ്റിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന മഹ്മൂദ് ഷാ ബെഗാഡ 1458 മുതൽ 1511 വരെ മുസ്തഫാബാദ്, ഗിർനാറിന് സമീപം, മുഹമ്മദാബാദ്, ചമ്പാനേരിൽ എന്നീ 2 പുതിയ നഗരങ്ങൾ സ്ഥാപിച്ചു. ചമ്പാനേർ പിന്നീട് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. മുഗൾ ചക്രവർത്തിയായ അക്ബർ ഏതു വർഷമാണ് ഗുജറാത്തിനെ മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്? 1573. 1573-ൽ അക്ബർ ചക്രവർത്തി ഗുജറാത്ത് കീഴടക്കി മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ വികാസത്തിലെ ഒരു പ്രധാന ഘട്ടമായിരുന്നു. ഗുജറാത്ത് കൈവശപ്പെടുത്തിയതോടെ മുഗളർക്ക് പടിഞ്ഞാറൻ തീരദേശ വ്യാപാരത്തിൽ മേൽക്കൈ ലഭിച്ചു. ഏതു ഭരണാധികാരിയാണ് AD 1303-ൽ മേവാറിനെ ദില്ലി സുൽത്താനേറ്റിനോട് കൂട്ടിച്ചേർത്തത്? അലാവുദ്ദീൻ ഖിൽജി. ദില്ലി സുൽത്താനേറ്റിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന അലാവുദ്ദീൻ ഖിൽജി 1303-ൽ മേവാറിനെ ആക്രമിക്കുകയും അതിന്റെ തലസ്ഥാനമായ ചിത്തോർഡ് പിടിച്ചടക്കുകയും ചെയ്തു. മേവാർ ദില്ലി സുൽത്താനേറ്റിന്റെ ഭാഗമായത് രജപുത്ര ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. ദില്ലി സുൽത്താനേറ്റ് മേവാർ പിടിച്ചടക്കിയ ശേഷം അതിന്റെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചത് ആര്? ഹമ്മീർ ദേവ സിസോദിയ രാജവംശം. ദില്ലി സുൽത്താനേറ്റ് കീഴടക്കിയ മേവാറിനെ ഹമ്മീർ ദേവ, റാണ ഹമ്മീർ 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സിസോദിയ രാജവംശത്തിന്റെ കീഴിൽ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ പ്രവർത്തനങ്ങൾ മേവാറിന്റെ പിൽക്കാല ചരിത്രത്തിന് അടിത്തറ പാകി. 1991 ജൂൺ മുതൽ 1996 മെയ് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ആര്? PV നരസിംഹറാവു. 1991 മുതൽ 1996 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവിന്റെ ഭരണകാലത്താണ് ഇന്ത്യ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. 1996 മെയ് 16 മുതൽ 1996 ജൂൺ 1 വരെ വളരെ കുറഞ്ഞ കാലയളവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് ആര്? അടൽ ബിഹാരി വാജ്പേയി. 1996-ൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ അടൽ ബിഹാരി വാജ്പേയിക്ക് 13 ദിവസത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. പിന്നീട് അദ്ദേഹം ദീർഘകാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1996 ജൂൺ മുതൽ 1997 ഏപ്രിൽ വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ആര്? HD ദേവഗൌഡ. യുണൈറ്റഡ് ഫ്രണ്ടിന്റെ പിന്തുണയോടെ 1996 ജൂൺ മുതൽ 1997 ഏപ്രിൽ വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി HD ദേവഗൌഡ സേവനമനുഷ്ഠിച്ചു. കർണാടകയിൽ നിന്നുള്ള ഇദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സഖ്യകക്ഷി ഭരണത്തിന്റെ ഒരു ഉദാഹരണമാണ്. 1997 ഏപ്രിൽ മുതൽ 1998 മാർച്ച് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ആര്? IK ഗുജ്റാൾ. IK
ഗുജ്റാൾ 1997 ഏപ്രിൽ മുതൽ 1998 മാർച്ച് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഗുജ്റാൾ സിദ്ധാന്തം എന്ന പേരിൽ അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള നയതന്ത്ര സമീപനത്തിന് അദ്ദേഹം പേരുകേട്ടതാണ്. 1998 മാർച്ച് മുതൽ 2004 മെയ് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് ആര്? അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി 1998 മുതൽ 2004 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇന്ത്യ പോക്രാൻ ആണവ പരീക്ഷണം നടത്തുകയും കാർഗിൽ യുദ്ധത്തെ അതിജീവിക്കുകയും ചെയ്തു. ഭാരതരത്ന ലഭിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. 2004 മെയ് മുതൽ 2014 മെയ് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ആര്? മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് 2004 മുതൽ 2014 വരെ 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് 1991-ലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് പിന്നിൽ അദ്ദേഹമായിരുന്നു. 2014 മെയ് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുന്നത് ആര്? നരേന്ദ്രമോദി. നരേന്ദ്രമോദി 2014 മെയ് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ BJP നയിച്ച് അദ്ദേഹം തുടർച്ചയായി 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. ആധുനിക ഇന്ത്യയുടെ വികസനത്തിലും നയരൂപീകരണത്തിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. പ്രപഞ്ചത്തിന്റെ ക്രമത്തെ വിവരിക്കാൻ കോസ്മോസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? പൈത്തഗോറസ്. പുരാതന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ പൈത്തഗോറസ് ആണ് പ്രപഞ്ചത്തിന്റെ ക്രമത്തെയും സൗന്ദര്യത്തെയും സൂചിപ്പിക്കാൻ കോസ്മോസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ പ്രപഞ്ചത്തെ ഒരുവും മനോഹരവുമായ ഒരു വ്യവസ്ഥയായി കണ്ടു. പ്രപഞ്ചത്തിന്റെ വലിയ തോതിലുള്ള സവിശേഷതകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? കോസ്മോളജി. പ്രപഞ്ചശാസ്ത്രം. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം, പരിണാമം, ഘടന, ഭാവി എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കോസ്മോളജി. ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്രം, തത്വചിന്ത എന്നിവയുടെ സംയോജനമാണിത്. ബിഗ് ബാങ് സിദ്ധാന്തം ഇതിലെ ഒരു പ്രധാന വിഷയമാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിന് പറയുന്ന പേരെന്താണ്? പ്രകാശവർഷം. ലൈറ്റ് ഇയർ. പ്രകാശവർഷം എന്നത് ജ്യോതിശാസ്ത്രത്തിൽ ദൂരം അളക്കാനുള്ള ഒരു യൂണിറ്റാണ്. ഇത് ഏകദേശം 9.46 ട്രില്യൺ കിലോമീറ്ററിന് തുല്യമാണ്. നക്ഷത്രങ്ങൾക്കും മറ്റ് ബഹിരാകാശ വസ്തുക്കൾക്കുമിടയിലുള്ള വലിയ ദൂരങ്ങൾ രേഖപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരത്തെയാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 150 ദശലക്ഷം കിലോമീറ്ററാണ്. സൗരയൂഥത്തിനുള്ളിലെ ദൂരങ്ങൾ അളക്കാൻ ഈ യൂണിറ്റ് സാധാരണയായി ഉപയോഗിക്കുന്നു. പ്രപഞ്ചശാസ്ത്രത്തെ, പ്രത്യേകിച്ച് കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല വികിരണത്തെക്കുറിച്ച് പഠിക്കാനും അളക്കാനും വിക്ഷേപിച്ച നാസ ദൗത്യം ഏതാണ്? വിൽക്കിൻസൺ മൈക്രോവേവ് അനൈസോട്രോപ്പി പ്രോബ് WMAP. പ്രപഞ്ചത്തിന്റെ പ്രാരംഭഘട്ടത്തിലെ കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല വികിരണത്തിലെ വ്യതിയാനങ്ങൾ മാപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നാസ 2001-ൽ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് WMAP. പ്രപഞ്ചത്തിന്റെ പ്രായം, ഘടന, വികാസം എന്നിവയെക്കുറിച്ച് ഇത് നിർണായക വിവരങ്ങൾ നൽകി. പ്രപഞ്ചസൃഷ്ടിയുടെ സിദ്ധാന്തത്തെ വിവരിക്കാൻ ബിഗ് ബാങ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? പ്രൊഫസർ സർ ഫ്രെഡ് ഹോയൽ. ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ സർ ഫ്രെഡ് ഹോയൽ താൻ അനുകൂലിച്ചിരുന്ന സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിദ്ധാന്തത്തെ പരിഹസിക്കാൻ 1949-ൽ ഒരു റേഡിയോ പ്രക്ഷേപണത്തിലാണ് ബിഗ് ബാങ് എന്ന പദം ഉപയോഗിച്ചത്. പിന്നീട് ഈ പദം പ്രപഞ്ചത്തിന്റെ ആരംഭ സിദ്ധാന്തത്തിന് പൊതുവായി ഉപയോഗിക്കപ്പെട്ടു. ഗുരുത്വാകർഷണത്താൽ ഒരുമിച്ച് നിർത്തപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളുടെയും നക്ഷത്രാന്തര പദാർത്ഥങ്ങളുടെയും വലിയ ശേഖരത്തെ ബഹിരാകാശത്ത് എന്താണ് വിളിക്കുന്നത്? ഗാലക്സി. ക്ഷീരപഥം. ഗാലക്സി എന്നത് നക്ഷത്രങ്ങൾ, നക്ഷത്രാന്തര വാതകം, പൊടിപടലങ്ങൾ, ഇരുണ്ട ദ്രവ്യം എന്നിവ ഗുരുത്വാകർഷണത്താൽ ബന്ധിപ്പിക്കപ്പെട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ വ്യവസ്ഥയാണ്. പ്രപഞ്ചത്തിൽ ദശലക്ഷക്കണക്കിന് ഗാലക്സികളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയുടെ പേരെന്താണ്? ആകാശഗംഗ. മിൽക്കി വേ.
നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയാണ് ആകാശഗംഗ. ഇതൊരു സർപ്പിളാകൃതിയിലുള്ള ഗാലക്സിയാണ്. രാത്രികാലങ്ങളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളുടെ മങ്ങിയ വെളുത്ത വലയം യഥാർത്ഥത്തിൽ ആകാശഗംഗയിലെ നക്ഷത്രങ്ങളാണ്. ആകാശഗംഗയോട് ഏറ്റവും അടുത്തുള്ളതും വലുതുമായ ഗാലക്സി ഏതാണ്? ആൻഡ്രോമിഡ ഗാലക്സി. ആകാശഗംഗയോട് ഏറ്റവും അടുത്തുള്ള വലിയ സർപ്പിള ഗാലക്സിയാണ് ആൻഡ്രോമിഡ. M31 എന്നും ഇത് അറിയപ്പെടുന്നു. ഏകദേശം 2.5 ദശലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ആൻഡ്രോമിഡ ഗാലക്സിക്ക് ആകാശഗംഗയേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ സൗരയൂഥം ഏത് ഗാലക്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആകാശഗംഗ, മിൽക്കി വേ. നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയാണ് ആകാശഗംഗ. ഇതൊരു സർപ്പിളാകൃതിയിലുള്ള ഗാലക്സിയാണ്. രാത്രികാലങ്ങളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളുടെ മങ്ങിയ വെളുത്ത വലയം യഥാർത്ഥത്തിൽ ആകാശഗംഗയിലെ നക്ഷത്രങ്ങളാണ്. അതിശക്തമായ ഗുരുത്വാകർഷണത്താൽ ചുരുണ്ടുകൂടിയ, പ്രകാശത്തിനു പോലും പുറത്തുവരാൻ കഴിയാത്ത നക്ഷത്രങ്ങളെ എന്താണ് വിളിക്കുന്നത്? തമോഗർത്തങ്ങൾ, ബ്ലാക്ക് ഹോൾസ്. തമോഗർത്തങ്ങൾ എന്നത് അസാധാരണമാംവിധം ശക്തമായ ഗുരുത്വാകർഷണമുള്ള ബഹിരാകാശ പ്രദേശങ്ങളാണ്. ഈ ഗുരുത്വാകർഷണം കാരണം അതിൽ നിന്ന് പ്രകാശത്തിനു പോലും രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു വലിയ നക്ഷത്രത്തിന്റെ അന്ത്യം മൂലമാണ് സാധാരണയായി തമോഗർത്തങ്ങൾ രൂപപ്പെടുന്നത്. അതിവിദൂരമായ, അസാധാരണമാംവിധം വലിയ അളവിൽ ഊർജ്ജം പുറത്തുവിടുന്നതും ദൂരദർശിനിയിലൂടെ നോക്കുമ്പോൾ നക്ഷത്രത്തെപ്പോലെ കാണപ്പെടുന്നതുമായ ഒരു ബഹിരാകാശ വസ്തുവിനെ എന്താണ് വിളിക്കുന്നത്? ക്വാസർ, ക്വേസാർ. ക്വാസറുകൾ എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ളതും ഊർജ്ജസ്വലവുമായ വസ്തുക്കളാണ്. അവ ഗാലക്സികളുടെ കേന്ദ്രത്തിലുള്ള അതിബൃഹത്തായ തമോഗർത്തങ്ങൾ ദ്രവ്യത്തെ വിഴുങ്ങുമ്പോൾ പുറത്തുവിടുന്ന ഊർജ്ജത്താൽ പ്രവർത്തിക്കുന്നു. അവയ്ക്ക് നക്ഷത്രങ്ങളെക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് തിളക്കമുണ്ടാകാം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? യൂറോപ്പിലെ ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം. 1740-ൽ യൂറോപ്പിൽ ആരംഭിച്ച ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധമാണ് ഇന്ത്യയിൽ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന് പ്രധാന കാരണം. ബ്രിട്ടനും ഫ്രാൻസും പരസ്പരം എതിർചേരികളിലായിരുന്നതിനാൽ യൂറോപ്പിലെ ഈ സംഘർഷം ഇന്ത്യയിലെ അവരുടെ കോളനികളിലേക്കും വ്യാപിക്കുകയായിരുന്നു. ഏത് ഉടമ്പടിയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ചത്? എയ്ക്സ്-ലാ-ചാപ്പൽ ഉടമ്പടി. 1748-ൽ ഒപ്പുവെച്ച എയ്ക്സ്-ലാ-ചാപ്പൽ ഉടമ്പടിയോടെയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത്. ഈ ഉടമ്പടി യൂറോപ്പിലെ ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന് അന്ത്യം കുറിക്കുകയും അതിലൂടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഫ്രഞ്ച് സംഘർഷങ്ങൾ താൽക്കാലികമായി ശമിപ്പിക്കുകയും ചെയ്തു. മാഡ്രാസ് ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ചു. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് ഗവർണർ ജനറൽ ആരായിരുന്നു? ഡ്യൂപ്ലേ. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 1754 വരെ ഫ്രഞ്ചുകാരെയും ബ്രിട്ടീഷുകാരെയും തമ്മിൽ ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ മേധാവിത്വത്തിനായി നടന്ന പോരാട്ടമായിരുന്നു. ഡ്യൂപ്ലേയുടെ തന്ത്രപരമായ പിഴവുകളും ബ്രിട്ടീഷ് സേനയുടെ ശക്തിയും ഫ്രഞ്ച് പരാജയത്തിന് കാരണമായി. ഈ യുദ്ധം ഇന്ത്യയിൽ ഫ്രഞ്ച് സ്വാധീനം കുറയാൻ തുടങ്ങി എന്നതിന്റെ സൂചനയായിരുന്നു. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച പോണ്ടിച്ചേരി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരായിരുന്നു? ചാൾസ് റോബർട്ട് ഗോദഹെ. 1754-ൽ പോണ്ടിച്ചേരി ഉടമ്പടി ഒപ്പുവെച്ചതോടെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത്. ഈ ഉടമ്പടിക്ക് ഫ്രഞ്ച് ഗവർണർ ജനറലായിരുന്ന ചാൾസ് റോബർട്ട് ഗോദഹെയാണ് മുൻകൈയെടുത്തത്. യുദ്ധത്തിൽ ഇരുപക്ഷത്തും കാര്യമായ നേട്ടങ്ങളില്ലാത്തതിനാലും യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതിനാലും സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിർണായകമായ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിലെ പോരാട്ടം നടന്നത് എവിടെയാണ്? വാണ്ടിവാഷ്. 1760-ൽ നടന്ന വാണ്ടിവാഷ് യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധത്തിലെ 1756 മുതൽ 1763 വരെ ഏറ്റവും നിർണായകമായ പോരാട്ടമായിരുന്നു. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. ഇത് ഇന്ത്യയിലെ ഫ്രഞ്ച് സാമ്രാജ്യത്വ അഭിലാഷങ്ങൾക്ക് അന്ത്യം കുറിക്കുകയും ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിക്കുകയും ചെയ്തു. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? ഐറേ കൂട്ട്. 1760-ലെ വാണ്ടിവാഷ് യുദ്ധത്തിൽ സർ ഐറേ കൂട്ട് നയിച്ച ബ്രിട്ടീഷ് സൈന്യം കൗണ്ട് ഡിലാലി നയിച്ച ഫ്രഞ്ച് സൈന്യത്തെ തോൽപ്പിച്ചു. ഈ വിജയം ഫ്രഞ്ചുകാർക്ക് ഇന്ത്യയിലെ അവരുടെ അധികാരം നഷ്ടപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ യുദ്ധത്തെ തുടർന്നാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം കൂടുതൽ ശക്തമായത്.
മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതായിരുന്നു? പാരീസ് ഉടമ്പടി. 1763-ൽ ഒപ്പുവെച്ച പാരീസ് ഉടമ്പടിയോടുകൂടിയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത്. ഇത് യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു. ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ തിരികെ ലഭിച്ചെങ്കിലും അവർക്ക് സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. കർണാട്ടിക് യുദ്ധങ്ങളെ അവയുടെ അനുബന്ധ ഉടമ്പടികളുമായി യോജിപ്പിക്കുക. ഒന്നാം കർണാട്ടിക് യുദ്ധം എയ്ക്സ്-ലാ-ചാപ്പൽ ഉടമ്പടി 1748. രണ്ടാം കർണാട്ടിക് യുദ്ധം പോണ്ടിച്ചേരി ഉടമ്പടി 1755. മൂന്നാം കർണാട്ടിക് യുദ്ധം പാരീസ് ഉടമ്പടി 1763. കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ മേധാവിത്വത്തിനായി നടന്ന പോരാട്ടങ്ങളായിരുന്നു. ഓരോ യുദ്ധവും യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുകയും വ്യത്യസ്ത ഉടമ്പടികളിൽ കലാശിക്കുകയും ചെയ്തു. ഈ ഉടമ്പടികൾ ഇന്ത്യയിലെ യൂറോപ്യൻ ശക്തികളുടെ ഭാവി നിർണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ബ്രിട്ടീഷുകാർ ബംഗാളിൽ അവരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എന്ന്? AD 1651-ൽ. 1651-ൽ ഹൂഗ്ലിയിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചതോടെയാണ് ബംഗാളിലെ ബ്രിട്ടീഷ് സാന്നിധ്യം ആരംഭിക്കുന്നത്. ഇത് ബംഗാളിലെ സമ്പന്നമായ വ്യാപാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പിന്നീട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കുന്നതിനും ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. ബംഗാളിലെ ആദ്യത്തെ സ്വതന്ത്ര ഭരണാധികാരി നവാബ് ആരായിരുന്നു? മുർഷിദ് കുലി ഖാൻ. ഔറംഗസേബിന്റെ കാലത്ത് ബംഗാളിലെ ദിവാനായിരുന്ന മുർഷിദ് കുലി ഖാൻ മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ച മുതലെടുത്ത് ബംഗാളിനെ സ്വതന്ത്രമാക്കി. 1717-ൽ അദ്ദേഹം ബംഗാളിന്റെ ആദ്യത്തെ നവാബായി സ്വയം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലം ബംഗാളിലെ ഒരു പ്രധാന കാലഘട്ടമായിരുന്നു. ബംഗാളിന്റെ തലസ്ഥാനം ധാക്കയിൽ നിന്ന് മുർഷിദാബാദിലേക്ക് മാറ്റിയത് ആരാണ്? മുർഷിദ് കുലി ഖാൻ. മുർഷിദ് കുലി ഖാൻ ബംഗാളിന്റെ തലസ്ഥാനം ധാക്കയിൽ നിന്ന് മുർഷിദാബാദിലേക്ക് മാറ്റിയത് തന്റെ ഭരണപരമായ സ്വാധീനം ഉറപ്പിക്കുന്നതിനും പ്രാദേശിക നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയായിരുന്നു. പിന്നീട് ഈ നഗരം ബംഗാളിന്റെ രാഷ്ട്രീയ, വാണിജ്യ കേന്ദ്രമായി മാറി. കുത്തക സമ്പ്രദായവും കർഷകർക്കായി തക്കാവി വായ്പകളും ഏർപ്പെടുത്തിയ ബംഗാൾ നവാബ് ആരായിരുന്നു? മുർഷിദ് കുലി ഖാൻ. മുർഷിദ് കുലി ഖാൻ തന്റെ ഭരണത്തിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. കുത്തക സമ്പ്രദായം മാലികാന വഴി ഭൂമി പാട്ടത്തിന് നൽകി നികുതി വരുമാനം വർദ്ധിപ്പിച്ചു. കൂടാതെ കർഷകർക്ക് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി തക്കാവി വായ്പകളും നൽകി. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു. അലിവർദി ഖാൻ എങ്ങനെയാണ് ബംഗാളിലെ നവാബായത്? 1740-ൽ ഗിരിയ യുദ്ധത്തിൽ സർഫറാസ് ഖാനെ വധിച്ചുകൊണ്ട്. 1740-ൽ നടന്ന ഗിരിയ യുദ്ധത്തിൽ അലിവർദി ഖാൻ അന്നത്തെ നവാബായിരുന്ന സർഫറാസ് ഖാനെ പരാജയപ്പെടുത്തി ബംഗാളിന്റെ അധികാരം പിടിച്ചെടുത്തു. ഈ സംഭവം ബംഗാളിൽ അലിവർദി ഖാന്റെ ഭരണത്തിന് തുടക്കം കുറിച്ചു. ഇത് പിന്നീട് പ്ലാസി യുദ്ധത്തിന് വഴിതെളിച്ച പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു. ആരുടെ ഭരണകാലത്താണ് ബംഗാൾ ഇന്ത്യയുടെ പറുദീസ എന്നറിയപ്പെട്ടിരുന്നത്? അലിവർദി ഖാന്റെ. അലിവർദി ഖാന്റെ ഭരണകാലത്ത് 1740 മുതൽ 1756 വരെ ബംഗാൾ സാമ്പത്തികമായി വളരെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വാണിജ്യത്തിലും കൃഷിയിലും ബംഗാൾ കൈവരിച്ച പുരോഗതി കാരണം ഈ പ്രദേശത്തെ ഇന്ത്യയുടെ പറുദീസ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. യൂറോപ്യന്മാരെ തേനീച്ചകളോട് ഉപമിച്ച് അവരെ പ്രകോപിപ്പിക്കരുതെന്നും എന്നാൽ അവരുടെ സാമ്പത്തിക ഉപയോഗത്തെ അംഗീകരിക്കുകയും ചെയ്ത നവാബ് ആരാണ്? അലിവർദി ഖാൻ. അലിവർദി ഖാൻ യൂറോപ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സന്തുലിത സമീപനം സ്വീകരിച്ചിരുന്നു. അവരുടെ കച്ചവട സാധ്യതകൾ ബംഗാളിന് പ്രയോജനകരമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അവരെ പ്രകോപിപ്പിച്ചാൽ തേനീച്ചക്കൂട്ടം പോലെ ഉപദ്രവകാരികളാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് യൂറോപ്യൻ ശക്തികളുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ബോധ്യത്തെയാണ് സൂചിപ്പിക്കുന്നു. ബ്ലാക്ക് ഹോൾ ദുരന്തം എന്തായിരുന്നു? അത് എപ്പോഴാണ് സംഭവിച്ചത്? 1756 ജൂൺ 20-ന് സിറാജ് ഉദ് ദൗള 146 ബ്രിട്ടീഷുകാരെ ഒരു ചെറിയ മുറിയിൽ പൂട്ടിയിട്ട സംഭവമായിരുന്നു അത്. അതിൽ 23 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. കൽക്കട്ടയിലെ ഫോർട്ട് വില്യം പിടിച്ചെടുത്ത ശേഷം സിറാജ് ഉദ് ദൗള ഏകദേശം 146 ബ്രിട്ടീഷ് സൈനികരെയും സാധാരണക്കാരെയും ഒരു ചെറിയ മുറിയിൽ അടച്ചുപൂട്ടി. ശ്വാസം മുട്ടിയും ചൂട് സഹിക്കാതെയും മിക്കവാറും എല്ലാവരും മരണപ്പെട്ടു.
പിറ്റേന്ന് രാവിലെ 23 പേർ മാത്രമാണ് ജീവനോടെ അവശേഷിച്ചത്. ഈ സംഭവം ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാന ദുരന്തമായി അടയാളപ്പെടുത്തുന്നു. ബ്ലാക്ക് ഹോൾ ദുരന്തത്തിന് ദൃക്സാക്ഷിയായ വ്യക്തി ആരായിരുന്നു? ജെ. സെഡ്. ഹോൾവെൽ. ജെ. ഹോൾവെൽ. ബ്ലാക്ക് ഹോൾ ദുരന്തത്തിൽ ജീവനോടെ രക്ഷപ്പെട്ടവരിൽ ഒരാളായിരുന്നു ജെ. സെഡ്. ഹോൾവെൽ. ഈ സംഭവത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകിയത് അദ്ദേഹമാണ്. ഇത് പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ ഒരു വിവാദ വിഷയമായി മാറിയിരുന്നു. പ്ലാസി യുദ്ധം എപ്പോഴാണ്, ആരെല്ലാം തമ്മിലാണ് നടന്നത്? 1757 ജൂൺ 23 റോബർട്ട് ക്ലൈവും ബ്രിട്ടീഷുകാർ സിറാജ് ഉദ് ദൗളയും ബംഗാൾ നവാബ് തമ്മിൽ. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധങ്ങളിലൊന്നാണ് 1757 ജൂൺ 23 നടന്ന പ്ലാസി യുദ്ധം. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗളയും തമ്മിലായിരുന്നു ഇത്. ഈ യുദ്ധത്തിലെ ബ്രിട്ടീഷുകാരുടെ വിജയം ഇന്ത്യയിൽ അവരുടെ ഭരണത്തിന് അടിത്തറയിട്ടു. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയുടെ സൈന്യത്തിന്റെ കമാൻഡർ ആരായിരുന്നു? മീർ ജാഫർ. സിറാജ് ഉദ് ദൗളയുടെ സൈന്യത്തിലെ പ്രധാന കമാൻഡറായിരുന്നു മീർ ജാഫർ. എന്നാൽ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുമായി ഒത്തുതീർപ്പുണ്ടാക്കി സിറാജ് ഉദ് ദൗളയെ ഒറ്റിക്കൊടുത്തത് ഇദ്ദേഹമാണ്. യുദ്ധത്തിൽ മീർ ജാഫർ നിർണായകമായി യാതൊരു പങ്കും വഹിക്കാതെ പിന്മാറിയത് നവാബിന്റെ പരാജയത്തിന് കാരണമായി. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയുടെ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം എന്തായിരുന്നു? മീർ ജാഫറിന്റെ വിശ്വാസവഞ്ചന. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയുടെ പരാജയത്തിന് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന മീർ ജാഫറിന്റെ ചതിയായിരുന്നു. മീർ ജാഫർ ബ്രിട്ടീഷുകാരുമായി രഹസ്യമായി ധാരണയിലെത്തി യുദ്ധക്കളത്തിൽ സൈന്യത്തെ നയിക്കുന്നതിൽ പരാജയപ്പെട്ടത് നവാബിന്റെ തോൽവിക്ക് വഴിയൊരുക്കി. ഈ സംഭവം ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ്. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയ്ക്ക് വേണ്ടി വിശ്വസ്തതയോടെ പോരാടിയ കമാൻഡർമാർ ആരെല്ലാമായിരുന്നു? മോഹൻലാൽ, മീർ മദൻ. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപൻ മീർ ജാഫർ ഒറ്റിക്കൊടുത്തെങ്കിലും മോഹൻലാലും മീർ മദനും നവാബിനോട് വിശ്വസ്തത പുലർത്തി. ഇവർ യുദ്ധക്കളത്തിൽ ധീരമായി പോരാടി നവാബിന്റെ പതനത്തിനു ശേഷവും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽക്കാൻ ശ്രമിച്ചു. ബംഗാളിലെ നവാബായി നിയമിക്കുന്നതിനു പകരമായി മീർ ജാഫർ ബ്രിട്ടീഷുകാർക്ക് എന്താണ് നൽകിയത്? 24 പർഗാനാസിന്റെ ഭൂമി. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ ഒറ്റിക്കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ നവാബായതിന് പ്രതിഫലമായി മീർ ജാഫർ അവർക്ക് വലിയ സാമ്പത്തിക സഹായങ്ങളും പ്രത്യേകാവകാശങ്ങളും നൽകി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാളിലെ 24 പർഗാനാസിന്റെ ഭൂമി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കപ്പമായി നൽകി എന്നതാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. 1760 മീർ ജാഫറിന് പകരം ബംഗാളിലെ നവാബായി അധികാരമേറ്റതാര്? മീർ കാസിം. 1760 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ മീർ ജാഫറിനെ സ്ഥാനഭ്രഷ്ടനാക്കി മീർ കാസിം ബംഗാളിലെ നവാബായി. കമ്പനിയുടെ ഇടപെടലുകളോടുള്ള മീർ കാസിമിന്റെ എതിർപ്പ് പിന്നീട് ബക്സർ യുദ്ധത്തിലേക്ക് നയിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിനിടെ ഏത് റെജിമെന്റിലെ സൈനികരാണ് പഠാൻ സത്യാഗ്രഹികൾക്ക് നേരെ വെടിയുതിർക്കാൻ വിസമ്മതിച്ചത്? ഗർവാൾ റൈഫിൾസിലെ സൈനികരാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലെ പഠാൻ സത്യാഗ്രഹികൾക്ക് നേരെ വെടിയുതിർക്കാൻ വിസമ്മതിച്ചത്. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിനിടെ പെഷവാറിൽ പഠാൻ സത്യാഗ്രഹികൾക്കെതിരെ വെടിയുതിർക്കാൻ ചന്ദ്ര സിംഗ് താക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ഗർവാൾ റൈഫിൾസിലെ സൈനികർ വിസമ്മതിച്ചു. ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സൈനികരുടെ നിസ്സഹകരണത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ എപ്പോഴാണ് തൂക്കിലേറ്റിയത്? ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ 1931 മാർച്ച് 23 തൂക്കിലേറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ നിർണായകമായ ദിനമായിരുന്നു 1931 മാർച്ച് 23. ലാഹോർ ഗൂഢാലോചനക്കേസിൽ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. ഇവരുടെ ത്യാഗം രാജ്യമെങ്ങും ദേശീയ വികാരം ആളിക്കത്തിക്കാൻ സഹായിച്ചു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എപ്പോഴാണ് സ്ഥാപിതമായത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 മെയ് മാസത്തിൽ സ്ഥാപിതമായി. ജയപ്രകാശ് നാരായൺ, ആചാര്യ നരേന്ദ്രദേവ്, മീനു മസാനി തുടങ്ങിയ നേതാക്കളാണ് 1934 മെയ് മാസത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിലെ ഒരു ഇടതുപക്ഷ വിഭാഗമായി ഇത് പ്രവർത്തിക്കുകയും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനം എവിടെ, എപ്പോൾ നടന്നു? അതിന്റെ ആദ്യത്തെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആരായിരുന്നു? അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനം 1936-ൽ ലക്നൌവിൽ നടന്നു. സ്വാമി സഹജാനന്ദ് സരസ്വതിയായിരുന്നു പ്രസിഡന്റ്. എൻ.ജി. രംഗ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കർഷകരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിനുവേണ്ടി 1936-ൽ രൂപീകരിച്ച സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ സഭ. ലക്നൌവിൽ നടന്ന ആദ്യ സമ്മേളനത്തിൽ സ്വാമി സഹജാനന്ദ് സരസ്വതിയെ പ്രസിഡന്റായും എൻ.ജി. രംഗയെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. കർഷക പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ ഈ സംഘടന വലിയ പങ്കുവഹിച്ചു. 1939-ൽ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി പ്രസിഡന്റായത്? 1939-ലെ ത്രിപുരി സമ്മേളനത്തിൽ പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായി. 1939-ൽ നടന്ന ത്രിപുരി കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പിന്തുണയുണ്ടായിരുന്ന പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് കോൺഗ്രസിനുള്ളിലെ പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകളെ എടുത്തുകാണിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് എപ്പോഴാണ്? സുഭാഷ് ചന്ദ്രബോസ് 1939 മെയ് 3-ന് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചു. ത്രിപുരി സമ്മേളനത്തിലെ വിജയത്തിനു ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സുഭാഷ് ചന്ദ്രബോസ് 1939 മെയ് 3-ന് ഫോർവേഡ് ബ്ലോക്ക് എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. കോൺഗ്രസിനുള്ളിലെ ഇടതുപക്ഷ ആശയങ്ങളെ ഏകീകരിക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ കൂടുതൽ ശക്തമായ നടപടികൾക്ക് ആഹ്വാനം ചെയ്യുകയുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. 1940-ൽ ലണ്ടനിൽ വെച്ച് പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡ്വയറെ വെടിവെച്ച് കൊന്നതാര്? 1940 മാർച്ച് 13-ന് ലണ്ടനിൽ വെച്ച് ഊധം സിംഗ് പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കിൾ ഒ ഡ്വയറെ വെടിവെച്ച് കൊന്നു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിരുന്ന മൈക്കിൾ ഒ ഡ്വയറെ പ്രതികാരം എന്ന നിലയിൽ ഊധം സിംഗ് ലണ്ടനിൽ വെച്ച് വധിച്ചു. 1919-ൽ നടന്ന കൂട്ടക്കൊലയുടെ പ്രതികാരം വീട്ടാൻ 21 വർഷത്തോളം കാത്തിരുന്ന ഊധം സിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ രക്തസാക്ഷിയാണ്. മഹാത്മാഗാന്ധി വ്യക്തിഗത സത്യാഗ്രഹം എവിടെ, എപ്പോൾ ആരംഭിച്ചു? മഹാത്മാഗാന്ധി 1940 ഒക്ടോബർ 17-ന് മഹാരാഷ്ട്രയിലെ പാവ്നാറിൽ വ്യക്തിഗത സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ രണ്ടാം ലോകമഹായുദ്ധത്തിലെ പങ്കാളിത്തത്തെ എതിർത്തുകൊണ്ട് 1940 ഒക്ടോബർ 17-ന് മഹാത്മാഗാന്ധി വ്യക്തിഗത സത്യാഗ്രഹം ആരംഭിച്ചു. മഹാരാഷ്ട്രയിലെ പാവ്നാറിൽ വിനോബ ഭാവെയായിരുന്നു ആദ്യ സത്യാഗ്രഹി. ഇത് സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പുതിയ ഘട്ടത്തെ അടയാളപ്പെടുത്തി. കോൺഗ്രസിന്റെ വനിതാ വിഭാഗം ആര്, ഏതു വർഷം സ്ഥാപിച്ചു? സുജേത കൃപലാനി 1940-ൽ കോൺഗ്രസിന്റെ വനിതാ വിഭാഗം സ്ഥാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി സുജേത കൃപലാനി 1940-ൽ കോൺഗ്രസിന്റെ വനിതാ വിഭാഗം സ്ഥാപിച്ചു. സ്ത്രീകളെ സംഘടിപ്പിക്കുകയും രാഷ്ട്രീയ പ്രക്രിയകളിൽ സജീവമായി പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുകയുമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. പിന്നീട് ഉത്തർപ്രദേശിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി സുജേത കൃപലാനി ചരിത്രം കുറിച്ചു. വ്യക്തിഗത സത്യാഗ്രഹ പ്രസ്ഥാനത്തിലെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സത്യാഗ്രഹികൾ ആരായിരുന്നു? വ്യക്തിഗത സത്യാഗ്രഹ പ്രസ്ഥാനത്തിലെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സത്യാഗ്രഹികൾ യഥാക്രമം വിനോബ ഭാവെ, ജവഹർലാൽ നെഹ്റു, ബ്രഹ്മദത്ത് എന്നിവരായിരുന്നു. 1940-ൽ മഹാത്മാഗാന്ധി ആരംഭിച്ച പ്രസ്ഥാനമാണ് വ്യക്തിഗത സത്യാഗ്രഹം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയെ നിർബന്ധിച്ച് ഉൾപ്പെടുത്തിയ ബ്രിട്ടീഷ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള സമാധാനപരമായ ഈ പ്രതിഷേധത്തിൽ ഓരോ സത്യാഗ്രഹിയെയും ഗാന്ധിജി വ്യക്തിപരമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എവിടെ, എപ്പോൾ പാസാക്കി? ക്വിറ്റ് ഇന്ത്യ പ്രമേയം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി CWC 1942 ജൂലൈ 14-ന് വാർധയിൽ ചേർന്ന യോഗത്തിൽ പാസാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഇന്ത്യയുടെ നിരുപാധിക പിന്തുണ ആവശ്യപ്പെട്ടതിനുശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണം എന്ന ആവശ്യം ഉന്നയിച്ച് വാർധ പ്രമേയം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു.
1942 ഓഗസ്റ്റിൽ ക്വിറ്റ് ഇന്ത്യ നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിച്ചത് എവിടെ വെച്ചാണ്? 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ, ഇപ്പോൾ മുംബൈ, ചരിത്രപ്രസിദ്ധമായ ഗ്വാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് ക്വിറ്റ് ഇന്ത്യ നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിച്ചു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി (AICC) സമ്മേളനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഔദ്യോഗികമായി അംഗീകരിച്ചതും പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും. പിന്നീട് ഈ സ്ഥലം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിച്ചത് എപ്പോഴാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 ഓഗസ്റ്റ് 9 ആരംഭിച്ചു. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യത്തോടെയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ളതും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള അവസാന പോരാട്ടങ്ങളിൽ ഒന്നുമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രധാന പ്രക്ഷോഭമായിരുന്നു ഇത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന സമയത്ത് മഹാത്മാഗാന്ധി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന സമയത്ത് മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം നൽകി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അഹിംസാത്മകമായ രീതിയിൽ അവസാന പോരാട്ടം നടത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഗാന്ധിജി ഈ മുദ്രാവാക്യം നൽകിയത്. ഇത് ജനങ്ങളിൽ വലിയ ആവേശം സൃഷ്ടിക്കുകയും പ്രസ്ഥാനത്തിന് ഊർജ്ജം പകരുകയും ചെയ്തു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചതിനെ തുടർന്ന് 1942 ഓഗസ്റ്റ് 8 രാത്രി പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ ഏത് ഓപ്പറേഷൻ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്? 1942 ഓഗസ്റ്റ് 8 രാത്രി ഓപ്പറേഷൻ സീറോ അവറിന്റെ ഓപ്പറേഷൻ സീറോ അവർ കീഴിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ജനങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുന്നതിനും നേതാക്കളെ തടവിലാക്കുന്നതിനുമായി ബ്രിട്ടീഷ് സർക്കാർ നടപ്പാക്കിയ ദ്രുതഗതിയിലുള്ള ഓപ്പറേഷനായിരുന്നു ഇത്. ഓഗസ്റ്റ് 9 പ്രസ്ഥാനം ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ തടവിലാക്കാൻ ഇതിലൂടെ സാധിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചതിനു ശേഷം മഹാത്മാഗാന്ധിയെയും മറ്റ് കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും എവിടെയാണ് തടവിലാക്കിയത്? മഹാത്മാഗാന്ധിയെ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലും മറ്റ് കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ അഹമ്മദ്നഗർ കോട്ടയിലുമാണ് തടവിലാക്കിയത്. ഈ തടവിലാക്കലുകൾ പ്രസ്ഥാനത്തെ തളർത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. എന്നിരുന്നാലും നേതാക്കൾ അറസ്റ്റിലായതോടെ പ്രസ്ഥാനം സ്വയംഭരണമുള്ള ഒരു ജനകീയ മുന്നേറ്റമായി മാറുകയും പലയിടങ്ങളിലും സ്വയംഭരണ പ്രദേശങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ഹസാരിബാഗ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ പോവുകയും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത പ്രമുഖ നേതാവ് ആരാണ്? ജയപ്രകാശ് നാരായൺ ഹസാരിബാഗ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ പോവുകയും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഗാന്ധിജിയും മറ്റ് പ്രമുഖ നേതാക്കളും അറസ്റ്റിലായപ്പോൾ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ജയപ്രകാശ് നാരായണൻ നിർണായക പങ്ക് വഹിച്ചു. ഒളിവിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിക്കുകയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് പുതിയ ഊർജ്ജം പകരുകയും ചെയ്തു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന സമയത്ത് സമാന്തര സർക്കാരുകൾ രൂപീകരിച്ച സ്ഥലങ്ങൾ ഏവ? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന സമയത്ത് ബല്ലിയ, ഉത്തർപ്രദേശ്, തംലുക്ക്, ബംഗാൾ, സതാര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ സമാന്തര സർക്കാരുകൾ രൂപീകരിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങൾ താൽക്കാലിക സമാന്തര സർക്കാരുകൾ സ്ഥാപിച്ചത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വ്യാപ്തിയും ജനകീയ പിന്തുണയും വ്യക്തമാക്കുന്നു. സതാരയിലെ പ്രതി സർക്കാർ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന സമാന്തര സർക്കാരായിരുന്നു. 1942 ജൂണിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകരിച്ചത് ആരാണ്? 1942 ജൂണിൽ റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകരിച്ചത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി വിദേശത്ത്, പ്രത്യേകിച്ച് തെക്കുകിഴക്കൻ ഏഷ്യയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു. പിന്നീട് ഇത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വേദി ഒരുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആശയം ആദ്യം ആർക്കാണ് തോന്നിയത്? അത് എപ്പോഴാണ് സ്ഥാപിതമായത്? ആരാണ് സ്ഥാപിച്ചത്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആശയം ആദ്യം ക്യാപ്റ്റൻ മോഹൻ സിംഗിനാണ് തോന്നിയത്. ഇത് 1942 സെപ്റ്റംബർ 1 റാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ചു. മോഹൻ സിംഗ് ആയിരുന്നു അതിന്റെ ആദ്യ കമാൻഡർ ഇൻ ചീഫ്. ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന ശക്തിയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യൻ ദേശീയവാദികൾ രൂപീകരിച്ച ഒരു സായുധ സേനയാണിത്.
ക്യാപ്റ്റൻ മോഹൻ സിംഗിന്റെ ആശയത്തിൽ നിന്ന് ആരംഭിച്ച് റാഷ് ബിഹാരി ബോസ് സ്ഥാപിക്കുകയും പിന്നീട് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ വളരുകയും ചെയ്തു. സുഭാഷ് ചന്ദ്രബോസിനെ ആസാദ് ഹിന്ദ് ഫൗജിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി പരമോന്നത കമാൻഡറായി നിയമിച്ചത് എന്ന് 1943 ജൂലൈ 4-നാണ് സുഭാഷ് ചന്ദ്രബോസിനെ ആസാദ് ഹിന്ദ് ഫൗജിന്റെ പരമോന്നത കമാൻഡറായി നിയമിച്ചത്. 1943 ജൂലൈ 4-ന് സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജിന്റെ പരമോന്നത കമാൻഡറായി ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് പുതിയ ദിശാബോധവും പ്രചോദനവും ലഭിച്ചു. തും മുജെ കൂൻ ദോ, മൈൻ തുംഹെ ആസാദി ദൂങ്ക, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം ഇന്ത്യൻ യുവത്വത്തെ ആവേശം കൊള്ളിച്ചു. 1905-ലെ ബംഗാൾ വിഭജനത്തിനെതിരായ പ്രസ്ഥാനത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? 1905-ലെ ബംഗാൾ വിഭജനത്തിനെതിരായ പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന ഒരു പ്രതിഷേധമായിരുന്നു. 1905-ലെ ബംഗാൾ വിഭജനം ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭുവിന്റെ കാലത്താണ് നടന്നത്. ഭരണപരമായ സൗകര്യം എന്ന പേരിൽ ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ വിഭജിച്ചെങ്കിലും യഥാർത്ഥ ലക്ഷ്യം ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുക എന്നതായിരുന്നു. ഇതിനെതിരെ ശക്തമായ ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭം ഉയർന്നുവന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞത് എപ്പോൾ, എന്തുകൊണ്ട്? 1907-ൽ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞു. പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള തർക്കങ്ങളുമായിരുന്നു ഇതിന് കാരണം. 1907-ലെ സൂറത്ത് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികൾ, മോഡറേറ്റ്സ് എന്നും തീവ്രവാദികൾ, എക്സ്ട്രീമിസ്റ്റ്സ് എന്നും രണ്ടായി പിരിഞ്ഞത്. ബ്രിട്ടീഷ് ഭരണത്തോട് സ്വീകരിക്കേണ്ട സമീപനം, രാഷ്ട്രീയ പ്രവർത്തന രീതികൾ എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ പിളർപ്പിന് പ്രധാന കാരണം. മിതവാദികൾ നിയമപരമായ മാർഗങ്ങളിലൂടെ പരിഷ്കരണങ്ങൾ ആഗ്രഹിച്ചപ്പോൾ തീവ്രവാദികൾ കൂടുതൽ ശക്തമായ പ്രതിഷേധ മാർഗങ്ങൾ നിർദ്ദേശിച്ചു. 1916 ഡിസംബറിലെ ലക്നൌ ഉടമ്പടിയുടെ പ്രാധാന്യം എന്തായിരുന്നു? 1916 ഡിസംബറിലെ ലക്നൌ ഉടമ്പടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു ചരിത്രപരമായ കരാറായിരുന്നു. ഭരണഘടനാപരമായ ആവശ്യങ്ങൾക്കായി ഒരുമിച്ചു പ്രവർത്തിക്കാൻ ഇത് വഴിയൊരുക്കി. 1916-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ലക്നൌ ഉടമ്പടി ഒപ്പുവെച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കൂടുതൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഇരു പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഈ ഉടമ്പടിയിലൂടെ തീരുമാനിച്ചു. ഹോം റൂൾ പ്രസ്ഥാനം ശക്തമായിരുന്ന സമയത്താണ് ഈ ഉടമ്പടി ഉണ്ടായത്. മോണ്ടേഗു പ്രഖ്യാപനം എപ്പോൾ, ആരാണ് നടത്തിയത്? 1917 ഓഗസ്റ്റ് 20-ന് ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ലോർഡ് മോണ്ടേഗുവാണ് മോണ്ടേഗു പ്രഖ്യാപനം നടത്തിയത്. 1917 ഓഗസ്റ്റ് 20-ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ലോർഡ് മോണ്ടേഗു നടത്തിയ പ്രഖ്യാപനം ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഒരു പ്രധാന രേഖയാണ്. ഇന്ത്യയിൽ ക്രമേണ ഉത്തരവാദിത്തമുള്ള ഭരണം സ്ഥാപിക്കുക എന്നതാണ് ബ്രിട്ടീഷ് നയമെന്ന് ഈ പ്രഖ്യാപനത്തിലൂടെ ആദ്യമായി ഔദ്യോഗികമായി അറിയിച്ചു. ഇത് ഇന്ത്യൻ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾക്കുള്ള ആദ്യ ചുവടുവയ്പായിരുന്നു. 1919 മാർച്ചിലെ റൗലറ്റ് നിയമം എന്തിനാണ് പ്രസിദ്ധമായത്? 1919 മാർച്ചിലെ റൗലറ്റ് നിയമം, ബ്ലാക്ക് ആക്ട്, കരിനിയമം എന്ന പേരിൽ കുപ്രസിദ്ധമായിരുന്നു. കാരണം അത് അടിസ്ഥാന നിയമപരമായ അവകാശങ്ങൾ നിഷേധിച്ചു. നോ ദലീൽ, നോ വക്കീൽ, നോ അപ്പീൽ, വാദമില്ല, വക്കീലില്ല, അപ്പീലില്ല എന്നതിലൂടെ ഇത് സംഗ്രഹിക്കപ്പെട്ടു. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം ഇന്ത്യയിൽ വർദ്ധിച്ചുവന്ന ദേശീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനായി 1919 മാർച്ചിൽ ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് നിയമം പാസാക്കി. ഈ നിയമപ്രകാരം വിചാരണ കൂടാതെ ആരെയും തടങ്കലിൽ വെക്കാനും അറസ്റ്റ് ചെയ്യാനും സർക്കാരിന് അധികാരം ലഭിച്ചു. ഇത് ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാനപരമായ നിയമപരമായ അവകാശങ്ങളെ നിഷേധിച്ചതുകൊണ്ട് കരിനിയമം എന്ന് അറിയപ്പെട്ടു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എപ്പോൾ, എവിടെയാണ് നടന്നത്, ആരായിരുന്നു ഇതിന് ഉത്തരവാദി? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13-ന് അമൃത്സറിൽ നടന്നു. ജനറൽ ഡയറുടെ ഉത്തരവനുസരിച്ചാണ് ഇത് നടത്തിയത്. 1919 ഏപ്രിൽ 13-ന് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻവാലാബാഗിൽ നടന്ന ക്രൂരമായ കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയ നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ ജനറൽ ഡയറുടെ ഉത്തരവനുസരിച്ച് ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു.
ഈ സംഭവം രാജ്യമെങ്ങും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി. ഖിലാഫത്ത് പ്രസ്ഥാനം എപ്പോൾ ആരംഭിച്ചു? അതിന്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനം 1919-ൽ ആരംഭിച്ചു. ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയുമായിരുന്നു അതിന്റെ പ്രധാന നേതാക്കൾ. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം ഓട്ടോമൻ തുർക്കിയിലെ ഖലീഫയുടെ അധികാരം ബ്രിട്ടൻ ഇല്ലാതാക്കിയതിനെതിരെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയർന്നുവന്നു. ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് അറിയപ്പെട്ടു. 1919-ൽ ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി തുടങ്ങിയ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ ഇത് ആരംഭിച്ചു. ഗാന്ധിജി ഈ പ്രസ്ഥാനത്തെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വഴിയൊരുക്കി. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഏത് പ്രധാന പ്രമേയമാണ് പാസാക്കിയത്? 1920 ഡിസംബറിൽ നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിനുള്ള നിർദ്ദേശം പാസാക്കി. 1920 ഡിസംബറിൽ നാഗ്പൂരിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ആദ്യത്തെ വലിയ ദേശീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു ഇത്. നിയമലംഘനം, വിദേശ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം, സർക്കാർ സേവനങ്ങൾ ഉപേക്ഷിക്കൽ എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനം എപ്പോഴാണ് ആരംഭിച്ചത്? ആരാണ് അതിന് നേതൃത്വം നൽകിയത്? നിസ്സഹകരണ പ്രസ്ഥാനം 1920 ഓഗസ്റ്റ് 1 മഹാത്മാഗാന്ധിയാണ് ആരംഭിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം 1920 ഓഗസ്റ്റ് 1 മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആരംഭിച്ച ഒരു സുപ്രധാന ജനകീയ പ്രക്ഷോഭമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇത് ഗാന്ധിയൻ സമരമുറകളുടെ തുടക്കം കുറിച്ചു. ചൗരി ചൗര സംഭവം എപ്പോൾ, എവിടെയാണ് നടന്നത്? ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 4 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് നടന്നത്. 1922 ഫെബ്രുവരി 4 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നടന്ന ചൗരി ചൗര സംഭവം ഒരു ജനക്കൂട്ടം ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടതിനെ തുടർന്നുണ്ടായ ഒരു അക്രമാസക്തമായ പ്രക്ഷോഭമാണ്. ഈ സംഭവത്തെ തുടർന്ന് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ആരെല്ലാം? അത് എപ്പോഴാണ് രൂപീകരിച്ചത്? സ്വരാജ് പാർട്ടി 1923 ജനുവരിയിൽ മോത്തിലാൽ നെഹ്റുവും ചിത്തരഞ്ജൻ ദാസും ചേർന്നാണ് രൂപീകരിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുന്നതിനായി 1923 ജനുവരിയിൽ മോത്തിലാൽ നെഹ്റുവും ചിത്തരഞ്ജൻ ദാസും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. കൗൺസിൽ എൻട്രി എന്ന നയം മുന്നോട്ടുവെച്ച് ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭകളിൽ നിന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആസാദ് ഹിന്ദ് സർക്കാർ എപ്പോൾ, എവിടെ, ആരാണ് രൂപീകരിച്ചത്? ആസാദ് ഹിന്ദ് സർക്കാർ 1943 ഒക്ടോബർ 21 സിംഗപ്പൂരിൽ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സുഭാഷ് ചന്ദ്രബോസ് 1943 ഒക്ടോബർ 21 സിംഗപ്പൂരിൽ രൂപീകരിച്ച പ്രവാസി സർക്കാരാണ് ആസാദ് ഹിന്ദ് സർക്കാർ, താൽക്കാലിക ഇന്ത്യൻ ഗവൺമെന്റ്. ഇത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അച്ചുതണ്ട് ശക്തികളുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ടതാണ്. ആസാദ് ഹിന്ദ് ഫൗജിന്റെ 3 ബ്രിഗേഡുകളുടെയും വനിതാ ബ്രിഗേഡിന്റെയും പേരുകൾ എന്തായിരുന്നു? ആസാദ് ഹിന്ദ് ഫൗജിന്റെ 3 ബ്രിഗേഡുകൾക്ക് സുഭാഷ് ബ്രിഗേഡ്, ഗാന്ധി ബ്രിഗേഡ്, നെഹ്റു ബ്രിഗേഡ് എന്നിങ്ങനെയും വനിതാ ബ്രിഗേഡിന് റാണി ലക്ഷ്മിബായി ബ്രിഗേഡ് എന്നും പേരിട്ടു. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു പ്രധാന സൈനിക വിഭാഗമായിരുന്നു. ഈ ബ്രിഗേഡുകളുടെ പേരുകൾ വ്യത്യസ്ത ദേശീയ നേതാക്കളുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ജനതയുടെ ഐക്യത്തെയും സ്വാതന്ത്ര്യസമരത്തിന്റെ ദേശീയ സ്വഭാവത്തെയും പ്രതിഫലിപ്പിച്ചു. ജപ്പാൻ എപ്പോഴാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സുഭാഷ് ചന്ദ്രബോസിന്റെ സർക്കാരിന് കൈമാറിയത്? അദ്ദേഹം അവയ്ക്ക് എന്തെല്ലാം പേരുകളാണ് നൽകിയത്? ജപ്പാൻ 1943 നവംബർ 6 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സുഭാഷ് ചന്ദ്രബോസിന്റെ സർക്കാരിന് കൈമാറി. അദ്ദേഹം അവയ്ക്ക് യഥാക്രമം ഷഹീദ് ദ്വീപ് എന്നും സ്വരാജ് ദ്വീപ് എന്നും പേരിട്ടു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ കൈവശപ്പെടുത്തിയിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ 1943 സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് സർക്കാരിന് കൈമാറി.
ഈ ദ്വീപുകൾക്ക് ഷഹീദ് ദ്വീപ്, രക്തസാക്ഷി ദ്വീപ്, സ്വരാജ് ദ്വീപ്, സ്വാതന്ത്ര്യ ദ്വീപ് എന്നിങ്ങനെ പേരിട്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെയും രാജ്യത്തിന്റെ ഭാവി സ്വയംഭരണത്തെയും പ്രതീകപ്പെടുത്തി. ആസാദ് ഹിന്ദ് ഫൗജിലെ ഈന ഏതൊക്കെ പ്രമുഖ ഉദ്യോഗസ്ഥരെയാണ് രാജ്യദ്രോഹക്കുറ്റത്തിന് ചെങ്കോട്ടയിൽ വിചാരണ ചെയ്തത്, അതിന്റെ ഫലം എന്തായിരുന്നു? പ്രമുഖ ആസാദ് ഹിന്ദ് ഫൗജ് ഉദ്യോഗസ്ഥരായ പി.കെ. സെഹ്ഗാൾ, കേണൽ ഗുരുദയാൽ ദില്ലൺ, മേജർ ഷാനവാസ് ഹുസൈൻ എന്നിവരെ രാജ്യദ്രോഹക്കുറ്റത്തിന് ചെങ്കോട്ടയിൽ വിചാരണ ചെയ്തു. വൻ ജനരോഷം കാരണം വൈസ്രോയി അവരുടെ ശിക്ഷകൾ റദ്ദാക്കി. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ആസാദ് ഹിന്ദ് ഫൗജിലെ ഉദ്യോഗസ്ഥരെ ചെങ്കോട്ടയിൽ രാജ്യദ്രോഹക്കുറ്റത്തിന് വിചാരണ ചെയ്തത് ഇന്ത്യയിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചു. ഈ വിചാരണകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഒരു പ്രധാന ഘട്ടമായിരുന്നു. ഇത് ഇന്ത്യൻ സൈന്യത്തിലും ജനങ്ങളിലും ദേശസ്നേഹം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ആസാദ് ഹിന്ദ് ഫൗജ് ഈന ഉദ്യോഗസ്ഥരുടെ വിചാരണവേളയിൽ അവരെ പ്രതിരോധിച്ച പ്രമുഖ ഇന്ത്യൻ നേതാക്കളിൽ ചിലരെ പേരെടുത്തു പറയുക. തേജ് ബഹാദൂർ സപ്രു, ജവഹർലാൽ നെഹ്റു, ഗുലാബായ് ദേശായി, കെ.എൻ. കാട്ജു എന്നിവരായിരുന്നു ആസാദ് ഹിന്ദ് ഫൗജ് ഉദ്യോഗസ്ഥരെ പ്രതിരോധിച്ച പ്രമുഖ നേതാക്കളിൽ ചിലർ. ചെങ്കോട്ടയിൽ നടന്ന ആസാദ് ഹിന്ദ് ഫൗജ് വിചാരണകളിൽ പ്രമുഖ ഇന്ത്യൻ നിയമജ്ഞരും രാഷ്ട്രീയ നേതാക്കളും പ്രതിരോധ പക്ഷത്ത് അണിനിരന്നു. ഇത് സ്വാതന്ത്ര്യസമരത്തോടുള്ള ഇന്ത്യൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രകടമാക്കുകയും ബ്രിട്ടീഷ് രാജ്യമേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഈ വിചാരണകൾ ദേശീയ വികാരങ്ങളെ ആളിക്കത്തിക്കാൻ സഹായിച്ചു. ആസാദ് ഹിന്ദ് ഫൗജ് ഈന ഉദ്യോഗസ്ഥരെ പ്രതിരോധിച്ച അഭിഭാഷകരുടെ സംഘത്തിന് ആരാണ് നേതൃത്വം നൽകിയത്? ഗുലാബായ് ദേശായിയാണ് ആസാദ് ഹിന്ദ് ഫൗജ് ഉദ്യോഗസ്ഥരെ പ്രതിരോധിച്ച അഭിഭാഷകരുടെ സംഘത്തിന് നേതൃത്വം നൽകിയത്. ചെങ്കോട്ട വിചാരണകളിൽ ആസാദ് ഹിന്ദ് ഫൗജ് ഉദ്യോഗസ്ഥരെ പ്രതിരോധിക്കാൻ രൂപീകരിച്ച അഭിഭാഷക സംഘത്തിന്റെ തലവനായിരുന്നു ഗുലാബായ് ദേശായി. അദ്ദേഹത്തിന്റെ നിയമപരമായ വാദങ്ങളും നേതൃത്വവും ഈ വിചാരണകൾക്ക് ദേശീയ ശ്രദ്ധ നേടിക്കൊടുക്കുകയും ശിക്ഷ ഇളവ് ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. നാവിക കലാപം എപ്പോൾ, എവിടെയാണ് നടന്നത്? അതിൽ ഉൾപ്പെട്ട കപ്പലിന്റെ പേരെന്തായിരുന്നു? നാവിക കലാപം 1946 ഫെബ്രുവരി 18 മുംബൈയിൽ HMIS തൽവാർ എന്ന കപ്പലിൽ വെച്ച് നടന്നു. 1946 ഫെബ്രുവരി 18 മുംബൈയിൽ ആരംഭിച്ച നാവിക കലാപം, ബോംബെ മ്യൂട്ടിനി, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഇന്ത്യൻ സേനയിലെ ഒരു പ്രധാന പ്രക്ഷോഭമായിരുന്നു. HMIS തൽവാർ എന്ന കപ്പലിലെ നാവികർ മോശം സാഹചര്യങ്ങൾക്കും വിവേചനത്തിനുമെതിരെ ആരംഭിച്ച ഈ കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യം അടുത്തെത്തി എന്നതിന്റെ വ്യക്തമായ സൂചന നൽകി. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ വ്യോമസേനാ സൈനികർ തുല്യമായ പരിഗണന ആവശ്യപ്പെട്ട് എപ്പോഴാണ് പണിമുടക്ക് നടത്തിയത്? അത് എവിടെയെല്ലാം വ്യാപിച്ചു? 1946 ഫെബ്രുവരി 19 വ്യോമസേനാ സൈനികർ തുല്യമായ പരിഗണന ആവശ്യപ്പെട്ട് പണിമുടക്ക് നടത്തി. ഈ പണിമുടക്ക് ലാഹോർ, ഡൽഹി, ബോംബെ എന്നിവിടങ്ങളിലേക്ക് അതിവേഗം വ്യാപിച്ചു. 1946 ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ നിർണായക ഘട്ടത്തിൽ നടന്ന വ്യോമസേനയുടെ പണിമുടക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിരുന്നു. തുല്യമായ ശമ്പളവും സേവന സാഹചര്യങ്ങളും ആവശ്യപ്പെട്ടുള്ള ഈ സമരം ദേശീയ തലത്തിൽ ബ്രിട്ടീഷുകാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തി. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിൽ ഒരു പ്രധാന നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. 1946 നാവിക കലാപം അവസാനിപ്പിക്കാൻ നാവികസേനയെ പ്രേരിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ആര്? 1946 നാവിക കലാപം അവസാനിപ്പിക്കാൻ നാവികസേനയെ പ്രേരിപ്പിക്കുന്നതിൽ സർദാർ പട്ടേൽ നിർണായക പങ്ക് വഹിച്ചു. 1946 റോയൽ ഇന്ത്യൻ നേവി റെൻ കലാപം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വലിയൊരു സൈനിക പ്രക്ഷോഭമായിരുന്നു. ഈ കലാപം രാജ്യമെങ്ങും ജനങ്ങളുടെ പിന്തുണ നേടി. കലാപം കൂടുതൽ അക്രമാസക്തമാകാതിരിക്കാനും സമാധാനപരമായി അവസാനിപ്പിക്കാനും സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇടപെടുകയും നാവികസേനാംഗങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്തു. ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയത് എപ്പോഴാണ്? ആര് അതിനെ നയിച്ചു? അതിന്റെ മറ്റ് അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തി. പെത്തിക് ലോറൻസ് ആയിരുന്നു ഇതിന്റെ തലവൻ. സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. 1946 ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിനുള്ള വ്യവസ്ഥകൾ ചർച്ച ചെയ്യാനും പുതിയ ഭരണഘടന രൂപീകരിക്കുന്നതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനും വേണ്ടിയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്.
ഈ മിഷൻ ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ ഘടനയെക്കുറിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗുമായി ചർച്ചകൾ നടത്തുകയും ഒരു ഇടക്കാല സർക്കാർ രൂപീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. മുസ്ലിം ലീഗും കോൺഗ്രസും ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എപ്പോഴാണ് അംഗീകരിച്ചത്? മുസ്ലിം ലീഗ് 1946 ജൂൺ 6-നും കോൺഗ്രസ് 1946 ജൂൺ 24-നും ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അംഗീകരിച്ചു. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇന്ത്യയുടെ വിഭജനം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഏകീകൃത ഇന്ത്യക്കുവേണ്ടി ഒരു ഭരണഘടനാ ചട്ടക്കൂട് നിർദ്ദേശിച്ചു. ഈ പ്ലാൻ ആദ്യം മുസ്ലിം ലീഗും പിന്നീട് കോൺഗ്രസും അംഗീകരിച്ചെങ്കിലും ചില വ്യവസ്ഥകളെച്ചൊല്ലിയുള്ള അഭിപ്രായവ്യത്യാസങ്ങൾ പിന്നീട് ഈ പ്ലാൻ നടപ്പിലാക്കുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത് പിന്നീട് പാകിസ്ഥാൻ എന്ന ആവശ്യം ശക്തിപ്പെടുത്താൻ മുസ്ലിം ലീഗിനെ പ്രേരിപ്പിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? കോൺഗ്രസും മുസ്ലിം ലീഗും യഥാക്രമം എത്ര സീറ്റുകൾ നേടി? 1946 ജൂലൈയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. ഇതിൽ കോൺഗ്രസ് 208 സീറ്റുകൾ, 4 സിഖ് അംഗങ്ങൾ ഉൾപ്പെടെ നേടി. മുസ്ലിം ലീഗ് 73 സീറ്റുകളും കരസ്ഥമാക്കി. 1946-ൽ നടന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കോൺഗ്രസിന്റെ മികച്ച വിജയം ഒരു ഏകീകൃത ഇന്ത്യ എന്ന ആശയത്തിന് പിന്തുണ നൽകി. എന്നാൽ മുസ്ലിം ലീഗിന് മതിയായ സ്വാധീനം നേടാനായില്ല. ഇത് ലീഗിന്റെ പാകിസ്ഥാൻ വാദത്തിന് കൂടുതൽ ശക്തി നൽകുകയും ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു പ്രധാന ഘടകമായി മാറി. പ്രത്യക്ഷ കർമ്മദിനം എപ്പോഴാണ്, ആരുടെ നേതൃത്വത്തിലാണ് ആചരിച്ചത്? 1946 ഓഗസ്റ്റ് 16-ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് പ്രത്യക്ഷ കർമ്മദിനം ആചരിച്ചത്. 1946 ഓഗസ്റ്റ് 16-ന് മുസ്ലിം ലീഗ് ആചരിച്ച പ്രത്യക്ഷ കർമ്മദിനം ഒരു പ്രത്യേക പാകിസ്ഥാൻ രാഷ്ട്രത്തിനുവേണ്ടിയുള്ള തങ്ങളുടെ ആവശ്യം മുന്നോട്ടുവയ്ക്കുന്നതിനുള്ള ഒരു ദിവസമായിരുന്നു. ഈ ദിവസം രാജ്യത്തുടനീളം വലിയ തോതിലുള്ള വർഗീയ കലാപങ്ങൾക്കും അക്രമങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു, പ്രത്യേകിച്ചും കൽക്കട്ടയിൽ. ഇത് ഇന്ത്യയുടെ വിഭജനത്തിലേക്കുള്ള വഴിയിലെ ഒരു നിർണായകവും ദുരന്തപൂർണവുമായ സംഭവമായിരുന്നു. ഇന്ത്യയിൽ ഇടക്കാല സർക്കാർ എപ്പോഴാണ്, ആരുടെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചത്? 1946 സെപ്റ്റംബർ 2-ന് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപായി ഭരണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഭാവി ഭരണഘടന രൂപീകരിക്കുന്നതിനായുള്ള നടപടികൾ ഏകോപിപ്പിക്കാനും വേണ്ടിയാണ് ഇടക്കാല സർക്കാർ രൂപീകരിച്ചത്. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഈ സർക്കാർ സ്വാതന്ത്ര്യലബ്ധിക്കുശേഷമുള്ള ആദ്യ ഇന്ത്യൻ മന്ത്രിസഭയുടെ മുന്നോടിയായിരുന്നു. മുസ്ലിം ലീഗ് ആദ്യം ഈ സർക്കാരിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും പിന്നീട് ചേർന്നു. ഇന്ത്യയെ വിഭജിക്കുന്നതിനുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതി എപ്പോഴാണ് പ്രസിദ്ധീകരിച്ചത്? ഇന്ത്യയെ വിഭജിക്കുന്നതിനുള്ള മൗണ്ട് ബാറ്റൺ പദ്ധതി 1947 ജൂൺ 3-ന് പ്രസിദ്ധീകരിച്ചു. 1947 ജൂൺ 3-ന് വൈസ്രോയിയായ ലോർഡ് മൗണ്ട് ബാറ്റൺ പ്രഖ്യാപിച്ച ഈ പദ്ധതി ജൂൺ 3 പ്ലാൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയെ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കാനുള്ള ഔദ്യോഗിക പദ്ധതിയായിരുന്നു ഇത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അധികാര കൈമാറ്റം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കും വർഗീയ സംഘർഷങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലയിലാണ് ഈ പദ്ധതി മുന്നോട്ടുവെച്ചത്. കോൺഗ്രസ് പ്രവർത്തക സമിതി മൗണ്ട് ബാറ്റൺ പദ്ധതി എപ്പോഴാണ് അംഗീകരിച്ചത്? കോൺഗ്രസ് പ്രവർത്തക സമിതി CWC 1947 ജൂൺ 3-ന് മൗണ്ട് ബാറ്റൺ പദ്ധതി അംഗീകരിച്ചു. ഇന്ത്യയുടെ വിഭജനം അംഗീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് ഏറെ വിഷമമുണ്ടായിരുന്നെങ്കിലും വർദ്ധിച്ചുവരുന്ന വർഗീയ കലാപങ്ങൾ തടയാനും അനിശ്ചിതത്വം അവസാനിപ്പിക്കാനും ഇത് ആവശ്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. 1947 ജൂൺ 3-ന് പദ്ധതി പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ കോൺഗ്രസ് ഇത് അംഗീകരിച്ചു. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിലെ ഒരു നിർണായക തീരുമാനമായിരുന്നു. മുസ്ലിം ലീഗ് മൗണ്ട് ബാറ്റൺ പദ്ധതി എപ്പോഴാണ് അംഗീകരിച്ചത്? മുസ്ലിം ലീഗ് 1947 ജൂൺ 10-ന് ഭൂരിപക്ഷ പിന്തുണയോടെ മൗണ്ട് ബാറ്റൺ പദ്ധതി അംഗീകരിച്ചു. മൗണ്ട് ബാറ്റൺ പദ്ധതി മുസ്ലിം ലീഗിന്റെ ദീർഘകാലമായുള്ള പ്രത്യേക പാകിസ്ഥാൻ രാഷ്ട്രം എന്ന ആവശ്യം അംഗീകരിക്കുന്നതായിരുന്നു. അതുകൊണ്ടുതന്നെ ലീഗ് ഇത് വളരെ വേഗത്തിൽ അംഗീകരിച്ചു. 1947 ജൂൺ 10-ന് ഭൂരിപക്ഷ പിന്തുണയോടെ പദ്ധതി അംഗീകരിച്ചത് പാകിസ്ഥാൻ രൂപീകരണത്തിലേക്കുള്ള ഔദ്യോഗിക നടപടികൾക്ക് വേഗത കൂട്ടി. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത് എപ്പോഴാണ്? അതിന് റോയൽ അസന്റ് ലഭിച്ചത് എപ്പോഴാണ്?
ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ 1947 ജൂലൈ 4 ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും 1947 ജൂലൈ 18 ബ്രിട്ടീഷ് ചക്രവർത്തി ഒപ്പുവെക്കുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിയാണ് അവതരിപ്പിച്ചത്. ഈ ബിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ശേഷം ജോർജ് ആറാമൻ രാജാവ് അംഗീകരിച്ചു. ഇന്ത്യയെയും പാകിസ്ഥാനെയും രണ്ട് സ്വതന്ത്ര ഡൊമിനിയനുകളായി വിഭജിക്കാനുള്ള വ്യവസ്ഥകൾ ഇതിലുണ്ടായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യൻ ഡൊമിനിയനും സ്വതന്ത്ര രാജ്യങ്ങളായി നിലവിൽ വന്നത് എപ്പോഴാണ്? പാകിസ്ഥാൻ 1947 ഓഗസ്റ്റ് 14-നും ഇന്ത്യൻ ഡൊമിനിയൻ 1947 ഓഗസ്റ്റ് 15-നും നിലവിൽ വന്നു. 1947-ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരമാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതമായത്. ഈ നിയമം ഇന്ത്യയെയും പാകിസ്ഥാനെയും രണ്ട് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായി വിഭജിച്ചു. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ ചക്രവർത്തി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ജോർജ് ആറാമനായിരുന്നു ഇംഗ്ലണ്ടിലെ ചക്രവർത്തി. ജോർജ് ആറാമൻ 1936 മുതൽ 1952 വരെ യുണൈറ്റഡ് കിങ്ഡത്തിലെ രാജാവും അവസാനത്തെ ഇന്ത്യൻ ചക്രവർത്തിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ബ്രിട്ടീഷ് സാമ്രാജ്യം കോമൺവെൽത്ത് ഓഫ് നേഷൻസായി പരിണമിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? അദ്ദേഹം ഏതു പാർട്ടിയിൽപ്പെട്ടവനായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ക്ലമന്റ് ആറ്റ്ലിയായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി. അദ്ദേഹം ലേബർ പാർട്ടിയിൽപ്പെട്ടവനായിരുന്നു. ക്ലമന്റ് ആറ്റ്ലി 1945 മുതൽ 1951 വരെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ ലേബർ ഗവൺമെന്റിന്റെ പ്രധാന നയങ്ങളിലൊന്നായിരുന്നു. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ജെ.ബി. കൃപലാനി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ. ആചാര്യ ജെ.ബി. കൃപലാനി ഒരു ഗാന്ധിയനും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടായിരുന്നു.